യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ കരുത്തിനടിയിൽ അഗ്നിജ്വാല പോലെ ഒരു ദാഹക ശക്തി ജ്വലിക്കുന്നു. यशायाह नबी का ग्रंथ अध्याय 10 वचन 17 इस प्रकार कहता है, इस्राएल का प्रकाश आग और परम पावन प्रभु ज्वाला बनेगा. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിട്ട് മാറും. മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിക്കും. इस्राएल का प्रकाश आग और परम पावन प्रभु ज्वाला बनेगा. वो एक ही दिन में उसका कटीला जाड़ झंकार जलाकर भस्म कर देगा. ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായി ഇറങ്ങി വന്നത് പെന്തക്കോസ്താ ദിനമാണ്. इस्राएल का प्रकाश अग्नि समान पेंतकोस के दिन उतर आया था. അപ്പസ്തോലന്മാരും 120 പേര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മാവ് അഗ്നിനാവായിട്ട് ഇറങ്ങി ആവസിക്കുന്നത്. प्रेरित गण और साथ ही में 120 लोग पवित्र माँ मरियम के संग बैठकर प्रार्थना करते समय पवित्र आत्मा अग्नि समान स्वर्ग से उतर आया. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിട്ട് മാറും. इस्राएल का प्रकाश आग और परम पावन प्रभु ज्वाला बनेगा. വിശുദ്ധ ബൈബിളില് യെശയ്യാ പ്രവാചകനിലൂടെ എഴുതപ്പെട്ട ഒരു പ്രവചനമാണത്. पवित्र बाइबल के द्वारा ईसाया नबी के द्वारा एक भविष्यवाणी है. ये പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാതെ പാപത്തിൽ നിന്നും പാപത്തിന്റെ ആസക്തികളിൽ നിന്നും നമുക്ക് വിട്ട് ജീവിക്കുക പ്രയാസമാണ്. पवित्र आत्मा का अभिषेक नहीं है तो हमें पाप और पाप की परिस्थितियों से अलग रहकर रहना मुश्किल है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. യേശുവേ നന്ദി, यीशु को धन्यवाद, യേശുവേ സ്തുതി, यीशु की स्तुति हो. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा को धन्यवाद, പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा को धन्यवाद, പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा को धन्यवाद, പരിശുദ്ധാത്മാവേ സ്തുതി. पवित्र आत्मा की स्तुति हो. ഏറ്റുപറയാം. आप बोलिए, पिता की स्तुति हो. पिता को धन्यवाद, पिता को धन्यवाद. पुत्र यीशु की स्तुति हो. पुत्र यीशु की स्तुति हो. पुत्र यीशु को धन्यवाद. पुत्र यीशु को धन्यवाद. पवित्र आत्मा की स्तुति हो. पवित्र आत्मा की स्तुति हो. पवित्र आत्मा को धन्यवाद. पवित्र आत्मा को धन्यवाद. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. स्तुति कीजिए. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജനത്തിന്റെ മേൽ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഇരട്ടിപ്പ് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Give me double portion anointing. Give me fire. ആത്മാവിന്റെ തീ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ജനത്തിന്റെ മേൽ ആത്മാവിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാ അഗ്നി നിറയട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ताली बजाकर प्रभु की स्तुति कीजिए, शक्ति से और जोर से. ഹല്ലേലൂയ. हालेलुया. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാതെ, ശക്തി കൊണ്ട് നിറയാതെ, പാപത്തെയും ജഡത്തിന്റെ മോഹങ്ങളെയും അതിജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക സാധ്യമല്ല. पवित्र आत्मा को स्वीकार किए बिना, पवित्र आत्मा की शक्ति को ग्रहण किए बिना एक पवित्र जीवन बिताना मुश्किल है. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. रोमियों के नाम पत्र अध्याय 8 का वचन 14 इस प्रकार कहता है, लेकिन यदि आप आत्मा की प्रेरणा से शरीर की वासनाओं का दमन करेंगे तो आपको जीवन प्राप्त होगा. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടണമെങ്കിൽ ആ വ്യക്തി ജഡത്തിൽ നിന്നും ജഡമോഹങ്ങളിൽ നിന്നും പുറത്തു വരണം. यदि एक व्यक्ति को पवित्र आत्मा के द्वारा संचालित होना है, पवित्र आत्मा से भरना है, तो उस व्यक्ति को शरीर की वासनाओं को त्यागना है. ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുക സാധ്യമല്ല. शरीर की वासनाओं के अधीन रहने वाले एक व्यक्ति का पवित्र आत्मा संचालन करना मुश्किल है. നിരന്തരമായ പാപജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവാത്മാവിൽ നയിക്കപ്പെടുക അതൊരിക്കലും
നടക്കുകയില്ല. निरंतर शरीर की वासनाओं के एक पापमय जीवन बिताने वाले एक व्यक्ति को पवित्र आत्मा संचालन करना नामुमकिन है. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് പാപകരമായ ജീവിതത്തെ ഉപേക്ഷിച്ച് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ईश्वर की आत्मा से संचालित होते हुए पाप और पाप मार्गों को त्यागते हुए एक पवित्र जीवन बिताना है. പാപവും പാപത്തിന്റെ മാർഗങ്ങളെയും ഉപേക്ഷിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ശക്തി നമ്മിൽ നിറയണം. यदि पाप और पाप के मार्गों को हमें त्यागना है तो हमें पवित्र आत्मा की शक्ति की जरूरत है. ദൈവാത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി ശക്തിക്ക് വേണ്ടി നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ईश्वर की आत्मा की शक्ति से भरने के लिए, अभिषेक से भरने के लिए हमें निरंतर प्रार्थना करना है. ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവും വേണം. ദൈവത്തോട് ചേർന്നിരിക്കണം. यदि आत्मा की शक्ति से भरना है तो निरंतर प्रार्थना करते रहना है और उस शक्ति से जुड़कर जीवन बिताना है. ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया. കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ताली बजाकर जरा स्तुति करेंगे. हालेलुया 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 हालेलुया. 1 യോഹന്നാൻ 4 അധ്യായത്തിന്റെ 4 വചനം, നിയമത്തിന്റെ ലംഘനമാണ് പാപം, പാപം ചെയ്തവൻ നിയമം ലംഘിക്കുന്നു. योहन का पहला पत्र अध्याय 4 वचन 4 इस प्रकार कहता है, तुम ईश्वर के हो और तुमने उन लोगों पर विजय पाई है क्योंकि जो तुम में है वो उससे महान है जो संसार में है. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. जो पाप करता है वो पाप के अधीन है. പാപം ചെയ്യുന്ന വ്യക്തി ദൈവത്തിന്റെ നിയമങ്ങള്, ദൈവത്തിന്റെ വചനങ്ങളെ ലംഘിക്കുകയാണ്. जो पाप करता है वो ईश्वर के नियमों का विरोध करता है. ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി പിശാചിന്റെ അടിമത്തത്തിൽ ആവുകയാണ്. जब एक व्यक्ति ईश्वर के नियमों का उल्लंघन करता है तो वो शैतान के अधीन हो जाता है. പിശാചിന്റെ അടിമത്തത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവ കൽപ്പനകളുടെ ലംഘനങ്ങളാണ്. शैतान के अधीनता की ओर हमें ईश्वर के नियमों का उल्लंघन ले चलता है. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ, പാപത്തിൽ വീഴ്ച നശിപ്പിക്കുവാനായിട്ട് പിശാച് ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. मनुष्यों को ईश्वर से दूर करने के लिए शैतान शक्त रूप से कार्यरत है. യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. यीशु के नाम की चमत्कारी शक्ति यहाँ फैल जाए. യേശു നാമത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. यीशु नाम की चमत्कारी शक्ति यहाँ फैल യേശു जाए. നാമത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. यीशु नाम की चमत्कारी शक्ति यहाँ फैल പൈശാചിക जाए. ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. शैतानिक शक्तियाँ बंधन टूट जाए. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. शैतानिक बंधने छोड़ जाए. എല്ലാവരും വലതുകരം വീട്ടി പിടിച്ചേ, दाहिना हाथ उठाकर पकड़िए. ആവർത്തിച്ച് പ്രാർത്ഥിച്ചേ. പൈശാചിക दोहराकर ബന്ധനങ്ങൾ प्रार्थना करेंगे. शैतानिक ജനത്തെ बंधने വിട്ടുമാറട്ടെ. हमें छोड़ जाए. പൈശാചിക ബന്ധനങ്ങൾ बोलिए शैतानिक बंधने बंधने हमें छोड़ जाए. हमें छोड़ जाए. സാത്താന്റെ ബന്ധനം അഴിയട്ടെ. शैतानिक बंधने खुल जाए. പാപാസക്തി വിട്ടുമാറട്ടെ. पाप वासनाएं छोड़ जाए. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ईश जनता स्वतंत्र हो. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ईश जनता स्वतंत्र हो. സാത്താന്യ ശക്തികളെ, शैतानिक शक्तियों, ദുഷ്ടാരൂപികളെ, दुष्ट आत्माओं, അശുദ്ധാത്മാക്കളെ, अशुद्ध आत्माएं ഈ ജനത്തെ വിട്ടൊഴിയുക. इस जनता को छोड़ जाओ. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ताली बजाकर प्रभु की स्तुति कीजिए. हालेलुया 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 കരം ഉയർത്തി അടിച്ചേ. हालेलुया. हाथ उठाकर ताली बजाइए. हालेलुया 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 हालेलुया. ഓരോ സ്വരം ഇരട്ടെ, സ്തുതിക്കട്ടെ. വാ തുറക്ക്. और എല്ലാവരും आवाज उठाकर സ്തുതിച്ചേ. मुंह വിളിച്ചേ खोलकर യേശുവിന്റെ स्तुति നാമത്തെ. कीजिए. യേശുവേ എന്ന് വിളിച്ചേ. यीशु के पुकारिए. यीशु 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 ഹല്ലേലൂയ. यीशु വിളിക്കട്ടെ. ഹല്ലേലൂയ. बुलाइए, हालेलुया. पुकारिए. हालेलुया बोलिए. हालेलुया. हालेलुया हालेलुया. हालेलुया हालेलुया. हालेलुया हालेलुया. യേശുവേ നന്ദി. यीशु को धन्यवाद. യേശുവേ നന്ദി. यीशु को धन्यवाद. ഒന്ന് ആവർത്തിച്ച് പറയിപ്പിച്ചേ. यीशु को धन्यवाद. यीशु को बोलिए धन्यवाद. जोर से, शक्ति से. यीशु को धन्यवाद.
धन्यवाद, यीशु को धन्यवाद, यीशु की स्तुति हो, यीशु की स्तुति हो, यीशु को धन्यवाद, यीशु को धन्यवाद, यीशु की स्तुति हो, यीशु की स्तुति हो, पिता की स्तुति हो, पिता की स्तुति हो, पिता को धन्यवाद, पिता को धन्यवाद, पवित्र आत्मा की स्तुति हो, पवित्र आत्मा की स्तुति हो, पवित्र आत्मा को धन्यवाद, पवित्र आत्मा को धन्यवाद, हालेलुया, 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 പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തില് 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. उत्पत्ति ग्रंथ अध्याय 4 वचन 4 से 7 तक के वचन। കായേനും ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു. कायन और आबेल ने ईश्वर को बलिदान चढ़ाया। കായേന്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായില്ല. कायन का बलिदान ईश्वर के लिए स्वीकार्य नहीं हुआ ആബേലിന്റെ ബലി ദൈവത്തിന് ഇഷ്ടമായി. और हाबेल का बलिदान ईश्वर को स्वीकार्य हुआ। കായൻ തന്റെ കൃഷി വിളവിന്റെ ഭാഗങ്ങളാണ് ദൈവത്തിന് ബലിയർപ്പിക്കുന്നത്. कायन ने जो है अपने खेती बाड़ी किया था उसमें से ईश्वर को बलिदान चढ़ाता है। ആബേല് തന്റെ ആട്ടിൻകൂട്ടത്തിലെ കൊഴുപ്പുള്ള ഒരു ആടിനെയാണ് ബലിയർപ്പിച്ചത്. लेकिन हाबेल ने अपने भेड़ बकरियों में से सबसे बढ़िया को बलिदान चढ़ाया। നിഷ്കളങ്കനായ ആബേൽ ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ പ്രതീകമാണ്. हाबेल ने एक निष्कलंक मेमने को बलिदान चढ़ाया कहने पर वो नए विधान में यीशु को सूचित करता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടി പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. संत योहन बपतिस्ता यीशु की ओर इशारा करते हुए कहता है, देखिए वो मेमना जो संसार के पाप हर लेता है। ലോകത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത ലോകത്തിന്റെ പാപങ്ങൾ ചുമന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. संसार के पापों को, हमारे पापों को अपने ऊपर लेने वाला मेमना है यीशु क्रिस्त। അവൻ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടാണ്. वो बलिदान चढ़ाया गया ईश्वर का मेमना है। അവന്റെ രക്തത്തിലൂടെയാണ് നമുക്ക് പാപമോചനവും രക്ഷ ലഭിച്ചിരിക്കുന്നത്. उसके रक्त के द्वारा ही हमें पापों से मुक्ति और छुटकारा मिली है। ആബേലിന്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായി. हाबेल का बलिदान ईश्वर के लिए स्वीकार्य हुआ ഇത് കായേനെ അത്യധികം കോപം പിടിപ്പിച്ചു. और ये कार्य जो है कायन को काफी अंदर ही अंदर गुस्सा आ गया। കായേന്റെ ഹൃദയത്തില് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ വളരുവാൻ തുടങ്ങി. और कायन के दिल में क्रोध घृणा सब पनपने लगा। കായേന്റെ മനസ്സില് പിശാച് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. कायन के मन में शैतान ने शक्त रूप से कार्य करना शुरू किया। കായൻ സ്വന്തം സഹോദരനായ ആബേലിനെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. कायन अपने भाई हाबेल को कैसे उसका विनाश करे सोचने लगा। കായന്റെ മനസ്സിലെ വെറുപ്പ് വൈരാഗ്യം വളർന്നു. कायन के मन में घृणा क्रोध बढ़ता गया। ദൈവമായ കർത്താവ് കായനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് കോപിച്ചിരിക്കുന്നത്? ईश्वर ने कायन से पूछा, तुम क्यों क्रुद्ध हुए हो? 6-7 വചനങ്ങള്. നിന്റെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? ഉചിതമായി സ്വീകരിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. प्रभु ने कायन से कहा, तुम क्यों क्रोध करते हो और तुम्हारा चेहरा उतरा हुआ क्यों है? जब तुम भला करोगे तो प्रसन्न होगे। എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? क्यों तुम्हारा चेहरा उतरा हुआ है? എന്തിനാണ് നീ കോപിച്ചിരിക്കുന്നത്? क्यों तुम गुस्सा होकर बैठे हो? അടുത്ത വചനം പറയുന്നു, നല്ലത് പ്രവർത്തിച്ചാൽ നീയും ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ലേ? अगला वचन कहता है, जब तुम भला करोगे तो तुम प्रसन्न होगे। നല്ലത് പ്രവർത്തിച്ചാൽ നീയും ദൈവത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവനായിട്ട് മാറും. यदि आप तुम भी भला करोगे तो तुम भी ईश्वर के सामने प्रिय बन നമ്മൾ जाओगे। ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. जब हम बलिदान चढ़ाते हैं तो हमारा हृदय निर्मल होना चाहिए, पवित्र होना चाहिए। വെറുപ്പും പാപവും നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമസ്ഥർ അർപ്പിക്കുന്ന ബലികൾ ദൈവത്തിന് സ്വീകാര്യമല്ല. घृणा और क्रोध से भरे हुए हृदय के साथ बलिदान चढ़ाने वाले व्यक्तियों का बलिदान स्वीकार्य नहीं है। നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിക്കൽ
പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. यदि भला नहीं करोगे तो याद रखना कि पाप तुम्हारे दरवाजे पर ही है। പാപം നിന്റെ പടിവാതിക്കൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പിശാച് നിന്റെ പടിവാതിക്കൽ നിന്നെ വീഴ്ത്തുവാൻ കാത്തിരിക്കുന്നു. पाप आपके द्वार पर है कहा जाए तो याद रखे शैतान आपके द्वार पर पाप में गिराने के लिए तैयार बैठा है। അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ പിശാചിനെ കീഴടക്കണം. वो तुम पर इच्छा रख चुका है, तुम उसका दमन करो। പിശാച് മനുഷ്യന്റെ നാശം ആഗ്രഹിക്കുന്നവനാണ്. शैतान मनुष्य का विनाश चाहता है। മനുഷ്യനെ നാശത്തിലേക്ക് വിടുവാൻ വേണ്ടി പിശാച് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. मनुष्य का सर्वनाश करने के लिए शैतान हर वक्त सोचता रहता है। വചനം പറയുന്ന പിശാചിനെ നീ കീഴടക്കണം. वचन इस प्रकार कहता है आप शैतान का दमन करें। നിന്റെ വാതിക്കൽ നിന്നെ വീഴ്ത്തുവാൻ പതിയിരിക്കുന്ന പിശാചിനെ നീ കീഴ്പ്പെടുത്തണം. आपके द्वार पर आपको पाप में गिराने के लिए इंतजार करने वाले शैतान को आप गिराना है। ആ പിശാചിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ നിനക്ക് ദൈവാത്മാവിന്റെ കരുത്തും ദൈവാത്മാവിന്റെ ശക്തിയും അഭിഷേകവും വേണം. यदि आपको शैतान को अपने अधीन करना है तो उसके लिए आपको ईश्वरीय शक्ति, आत्मा की शक्ति चाहिए। അഭിഷേകത്തിൽ നിറഞ്ഞ് സാത്താന്റെ മീതെ ചവിട്ടി നടക്കാൻ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തും. उस अभिषेक को स्वीकार करते हुए शैतान के ऊपर उसको कुचलते हुए चलने के लिए ईश्वर की आत्मा आपको शक्ति प्रदान करेगी। ഹല്ലേലൂയ. हालेलुया। കായേന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും കായേൻ ആബേലിനെ വയലിൽ വെച്ച് അടിച്ചു കൊന്നു. कायन को ईश्वर ने एक बार बताकर दिया लेकिन फिर भी उसने खेती बाड़ी में रखकर उसकी हत्या कर दी। 34:11 നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാവിടുന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. उत्पत्ति ग्रंथ अध्याय 4 वचन 11 इसलिए तुम शापित होकर उस भूमि से निर्वासित किए जाओगे। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। കായേനോട് പറയാണ് നീ രക്തം ചിന്തി നീ ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. कायन से ईश्वर कहता है कि तुम इस भूमि में शापित होगे। കായേൻ ശപിക്കപ്പെട്ടവരുടെ ഗണത്തിലായി. कायन इस प्रकार शापित जनों के गण में हो गया। കായേൻ ചെയ്ത തെറ്റ് എന്താണ്? कायन ने जो गलती की वो क्या है? ഒന്ന്, അഞ്ചാമത്തെ കൽപ്പന കൊല്ലരുത് എന്നുള്ളത് ലംഘിച്ചു. ദൈവ കൽപ്പനയെ ലംഘിച്ചു. सबसे पहला है पांचवा जो आज्ञा है ईश्वर का, उसने उसका उल्लंघन किया, हत्या मत करो। അടുത്തത് സ്വന്തം സഹോദരനെയാണ് കൊന്നത്, സ്വന്തം രക്തത്തെയാണ് കൊന്നത്. और दूसरा ये है उसने अपने स्वयं के रक्त को, अपने भाई की हत्या की है। ദൈവ കൽപ്പനക്കെതിരായും സഹോദര സ്നേഹത്തിനെതിരായിട്ടുമാണ് കായൻ പാപം ചെയ്തിരിക്കുന്നത്. तो इसलिए ईश्वर की आज्ञा के विरुद्ध में और अपने ही भाई प्रेम के विरुद्ध में उसने गलत किया। കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. हाथ उठाकर स्तुति कीजिए। हालेलुया, 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 हालेलुया। हालेलुया, 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 हालेलुया। സ്തുതിക്കട്ടെ. എല്ലാവരും അധരങ്ങൾ തുറന്ന് യേശുവിനെ വിളിച്ചേ. मुंह खोलकर स्तुति कीजिए। हालेलुया। യേശുവേ. यीशु। വിളിക്കട്ടെ. യേശുവേ. पुकारिए यीशु। यीशु। യേശുവേ. यीशु। സ്വരം ഉയരട്ടെ. എല്ലാവരും ഉച്ചസ്വരത്തിൽ വിളിച്ച യേശുവേ. आवाज उठाकर यीशु पुकारिए। यीशु। 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 കരങ്ങൾ കരങ്ങൾ തട്ടി സ്തുതിച്ചേ. ताली बजाकर स्तुति कीजिए। हालेलुया, 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 हालेलुया। പ്രൈസ് ദി ലോർഡ്. കായൻ ദൈവ കൽപ്പനകൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു. സഹോദര സ്നേഹം സഹോദരനെ കൊന്നു. कायन ने ईश्वर की आज्ञाओं के खिलाफ पाप किया, अपने भाई की हत्या की। ദൈവമായ കർത്താവ് പറഞ്ഞു നീ രക്തം ചിന്തി നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. ईश्वर ने उससे कहा तुमने रक्त बहाया है इसलिए तुम इस धरती पर शापित होगे। ആദ്യ മാതാപിതാക്കന്മാരെ പാപം ചെയ്തു. प्रथम माता पिताओं ने पाप किया അവർ പരദീസായിക്ക് പുറത്താക്കപ്പെട്ടു. और वो स्वर्ग से बाहर कर दिए गए। ഉൽപ്പത്തി 3:17 ഇങ്ങനെ പറയുന്നു. उत्पत्ति 3 अध्याय 3 वचन 17 में इस प्रकार कहता है, ആദത്തോട് അവിടുന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. वचन इस प्रकार कहता है उसने आदम से यह कहा चूंकि तुमने अपनी पत्नी की बात मानी और उस वृक्ष का फल खाया है जिसको खाने से मैंने तुमको मना किया था, भूमि तुम्हारे कारण शापित होगी।
ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया। നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. तुम्हारे कारण ये भूमि शापित होगी। ഇവിടെ ദൈവം ആദത്തെ ശപിക്കുന്നില്ല. यहाँ पर आदम को ईश्वर शाप नहीं देता। ആദവും ഹവ്വായും ചെയ്ത തെറ്റെന്താണെന്ന്? അവർ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. आदम और हवा ने क्या पाप किया? उन्होंने ईश्वर का कहना नहीं माना, जो शैतान ने कहा वो सुना। സാത്താൻ ഹവ്വായെ പറ്റിച്ചു. शैतान ने हवा को धोखा दिया। സർപ്പം ചോദിക്കുന്നു, ഈ തോട്ടത്തിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം പറിച്ചു ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? सर्प ने हवा से इस प्रकार पूछा, क्या ईश्वर ने तुमसे कहा है कि इस वाटी का कोई पेड़ से फल नहीं तोड़ना है? ഹവ്വ പറഞ്ഞു, തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്. तब हेवा ने कहा कि इस वाटी के बीच में जो पेड़ है उसके फल नहीं लेना है। സാത്താൻ പറഞ്ഞു, അത് ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. और तब शैतान ने कहा कि अगर तुम उसे खाओगे तो ईश्वर के समान बन जाओगे। ആദിമാതാപിതാക്കന്മാർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് तो प्रथम माता पिता ने जो गलती की वो कहा जाए तो ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാതെ സാത്താന്റെ വാക്കിനെ വിശ്വസിച്ച് അവർ ആ പഴം ഭക്ഷിച്ച് പറിച്ചു. ईश्वर के वचनों को ध्यान ना देते हुए, उसका कहना ना मानते हुए, जो शैतान ने कहा वो कहना माना। അവർ അനുസരണക്കേട് കാണിച്ചു. उन्होंने आज्ञा का उल्लंघन किया। ദൈവത്തിന്റെ വാക്കിനെ അവർ വിശ്വസിച്ചില്ല. ईश्वर के वचनों पर विश्वास नहीं किया അവർ പരദീസായിക്ക് പുറത്താക്കപ്പെട്ടു. और वो उस वाटिका से बाहर हो गए। കായീനോട് പറഞ്ഞു, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. कायन से कहा, तुम्हारे कारण भूमि शापित होगी। ഹല്ലേലൂയ हालेलुया। കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. हाथ उठाकर स्तुति कीजिए। हालेलुया 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 हालेलुया। ദൈവം നമുക്ക് 10 കൽപ്പനകൾ നൽകി. അതിലെ ഒന്നാമത്തെ കൽപ്പനയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണം. हमें ईश्वर ने 10 आज्ञाएं दी है। उसका सबसे पहला है कि आप अपने एकमात्र ईश्वर की आराधना करें पूरी शक्ति से, पूरी आत्मा और हृदय से। ഹല്ലേലൂയ. हालेलुया। ഒന്നാം പ്രമാണത്തിന്റെ ലംഘനം ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. इस 10 आज्ञाओं में से इस प्रथम आज्ञा के खिलाफ कई सारे पाप हमारी इस कलीसिया में चल रही हैं। അന്യ ദൈവ ആരാധന. अन्य देवी देवताओं की आराधना। അന്യ ദൈവ ആരാധനക്കായിട്ട് പോകുന്നവർ ഓർക്കുക, അവര് പിശാചിന്റെ അടിമത്തത്തിൽ ആകും. जो अन्य देवी देवताओं की आराधना के लिए जाते हैं, आप याद रखिएगा कि आप शैतान के अधीन हो जाएंगे। നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. विधि विवरण ग्रंथ में अध्याय 18 वचन 9 से 14 तक के वचन। നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. जब तुम उस देश में पहुंचोगे जिसे प्रभु तुम्हारा ईश्वर तुम्हें देने वाला है, तो वहां रहने वाले लोगों के घृणित आचरण का अनुसरण मत करो। മകനെയോ മകളെയോ കോപിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ക്ഷുദ്രക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിൻ നിന്ദിരാണ്. അവിടെ മ്ലേച്ഛ പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത്. നിന്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. तुम्हारे बीच ऐसा कोई व्यक्ति ना हो जो अपने पुत्र या पुत्री को अग्नि में जलाए, भविष्य बताए, सगुण विचारे, जादू टोना करे, आभिचार करे, भूत प्रेत की साधना करे या मृतकों को जगाए। जो ऐसे कर्म करता है वो प्रभु की दृष्टि में घृणित है। इन घृणित कर्मों के कारण प्रभु उन राष्ट्रों को तुम्हारे सामने से भगा देगा। तुम प्रभु अपने ईश्वर की दृष्टि में निर्दोष आचरण करोगे। നീ ജീവിക്കുന്ന ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ കൊല്ലുക, അതായത് നരബലി നടത്തുക പാടില്ല. तो इस प्रकार ईश्वर कहते हैं, जहाँ पर तुम निवास करते हो वहाँ के घृणित आचरणों का अनुसरण नहीं करना, अपने पुत्र या पुत्री का अग्नि में नहीं जलाना, नरहत्या नहीं करना। ലക്ഷണം പറയുക, പ്രാശ്നികൻ, മന്ത്രവാദി, കൂടോത്രം ചെയ്യുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ, വെളിച്ചപ്പാട് തുള്ളി പറയുന്നവർ,
മൃതസന്ദേശത്തേക്ക് മരിച്ചവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയുന്നവരുടെ നിങ്ങൾ പോകുവാൻ പാടില്ല. इस प्रकार कहते हैं कि भविष्य बताने वाले, सगुन विचारने वाले, जादू टोना करने वाले या भूत प्रेत की साधना करने वाले, मृतकों को बुलाकर बात करने वाले ऐसे कार्य नहीं करना. നിങ്ങൾ മന്ത്രവാദികളുടെ അടുക്കൽ പോകുവാനായിട്ട് പാടില്ല. आप लोग जादू टोना करने वाले लोगों के पास नहीं जाना. ഇന്ന് പലരുമുണ്ട് കാര്യസാധ്യത്തിനായിട്ട് മന്ത്രവാദം കൂടോത്രമൊക്കെ ചെയ്ത് ഒന്നാം പ്രമാണത്തിന്റെ ഗൗരവമേറിയ ലംഘനമാണ്. आज कई लोग हैं जो जादू टोना करने के लिए तंत्र मंत्र करने वाले लोगों के पास जाते हैं, वो ये पहली आज्ञा के खिलाफ है. വെളിച്ചപ്പാട് തുള്ളി പറയുന്നവർ, കാര്യങ്ങൾ ഭാവി പറയുന്നവരുണ്ട്, അവരുടെ അടുക്കലും പോകരുത്. भविष्य बताने वाले लोग भी हैं जो तंत्र मंत्र करते हैं, ऐसे लोगों के पास नहीं जाना. ഇത്തരം പ്രവൃത്തികൾ കർത്താവിന് ഇഷ്ടമുള്ളതല്ല. इस प्रकार के कार्य ईश्वर को पसंद नहीं है. നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ മുൻപിൽ കുറ്റമറ്റവരായിരിക്കണം. आप सभी ईश्वर के सामने निर्दोष बने रहना है. ഹല്ലേലൂയ. हालेलुया. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെ, പ്രാശ്ചര്യരെ ശ്രമിച്ചിരുന്നു, എന്നാൽ ദൈവമായ കർത്താവ് നിന്നെ അതിന് അനുവദിച്ചിട്ടില്ല. आप जिस देश में जा रहे हो वे लोग भविष्य बताने वाले, जादू टोना करने वाले लोगों की बातें सुनते थे, लेकिन आप ऐसा नहीं करना. ഭാവി ഫലം പറയുന്നവര് അവരെ കാണുവാനോ അവരുടെ അടുക്കൽ പോകുവാനോ പാടില്ല. भविष्य बताने वाले लोगों के पास ना ही जाना है, ना ही उनसे मिलना है. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ അവരോടൊപ്പം നിങ്ങൾ ചേരുവാൻ പാടില്ല. अन्य देवी देवताओं की आराधना पूजा करने वालों के साथ आप नहीं मिलना है. നിങ്ങളെ ദൈവം വിളിച്ച് വേർതിരിച്ച് വലിയ ഒരു സമൂഹമാക്കി മാറ്റിയിരിക്കുകയാണ്. आप लोगों को ईश्वर ने पुकार कर बुलाकर एक अलग समूह बनाया है. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. यीशु आपसे प्यार करता है. നിങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. आप ईश्वर के द्वारा चुने गए वंश है. നിങ്ങൾ കുറ്റമറ്റവരായിരിക്കണം. आप निर्दोष जीना है. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. अन्य देवी देवताओं की आराधना न करें. അന്യ ദൈവങ്ങളെ കുമ്പിടരുത്. अन्य देवी देवताओं के सामने अपना मस्तिष्क न झुकाए. അന്യ ദൈവങ്ങൾക്ക് നേർച്ച കാഴ്ചകൾ കൊടുക്കരുത്. अन्य देवी देवताओं को आप अर्चना न चढ़ाए. ചരട്, ഏലസ്, മറ്റു വസ്തുക്കൾ ശരീരത്തിൽ ധരിക്കരുത്. जो जादू टोना किए हुए, तंत्र मंत्र किए हुए, ताबीज या फिर कोई धागा, ऐसे चीजें अपने शरीर में न बांधें. എസെക്കിയേൽ 13:20. एसेकिएल नबी का ग्रंथ अध्याय 13 वचन 20. മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. എസെക്കിയേൽ 13:20. एसेकिएल नबी का ग्रंथ अध्याय 13 का वचन 20. देखो मैं तुम्हारे फीतों के विरुद्ध हूँ जिनसे तुम आत्माओं को फंसाती हो. मैं तुम्हारी बाहों पर से उन्हें तोड़ दूंगा और तुम जिन आत्माओं को फंसाती हो उन्हें पक्षियों की तरह मुक्त कर दूंगा. നിങ്ങളെ സാത്താൻ കുടുക്കിലാക്കുന്ന മന്ത്രച്ചരടുകള് നിങ്ങളുടെ കൈകളിൽ കെട്ടുവാൻ, ശരീരത്തിൽ കെട്ടുവാൻ പാടില്ല. आपको बांधने वाले, शैतान आपको फंसाने वाले इस प्रकार के जादू टोना किए हुए धागे, ताबीज आप नहीं बांधें. മന്ത്രോച്ചാരണം നടത്തി അങ്ങനെ ഏതെങ്കിലും ചരടുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങൾ നീക്കിക്കളയണം. तंत्र मंत्र या जादू टोना करते हुए कोई ताबीज या अन्य धागे आपने अपने शरीर में बांधे हैं तो आप उसे उतार देना है. അങ്ങനെ ഒരു ശരീരത്തിലുണ്ടെങ്കിൽ അതിലൂടെ ഒരു പൈശാചിക സ്വാധീനം നിങ്ങളുടെ മേലെ കടന്നു വരികയാണ്. यदि ऐसे कुछ आपने अपने शरीर में बांध रखा है तो एक शैतानिक शक्ति उसके द्वारा आप में प्रवेश करती है. हालेलुया. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഇവിടെ തകിട്, ഏലസ് അങ്ങനെയുള്ള വസ്തുക്കൾ ശരീരത്തിൽ ധരിക്കരുത്. तो इसलिए ताबीज, जादू टोना किए हुए या तंत्र मंत्र किए हुए धागे आप अपने शरीर में ना बांधे. നിയമാവർത്തനം 13:3 വരെ വചനങ്ങൾ. विधि विवरण ग्रंथ अध्याय 13 का वचन 1 से. मैं तुम्हें जो आदेश दे रहा हूँ उन सब का सावधानी से पालन करो. तुम उनमें ना तो कुछ बढ़ाओ और ना कुछ घटाओ. यदि तुम्हारे यहाँ एक ऐसा नबी या एक ऐसा स्वप्न दृष्टा उत्पन्न हो जो तुम्हारे सामने आने वाले चिन्ह या चमत्कार घोषित करता है, और यदि उसके द्वारा बताए गए वे चिन्ह या चमत्कार घटित हो, और यदि वह कहे कि हम
पराये देवताओं के जिन्हें तुम नहीं जानते अनुयायी बने और उनकी पूजा करें, तो तुम उस नबी या स्वप्न दृष्टा की बातों पर ध्यान नहीं दोगे। इस प्रकार प्रभु तुम्हारा ईश्वर तुम्हारी परीक्षा लेते हुए जानना चाहता है कि तुम उसको अपने सारे हृदय और अपनी सारी आत्मा से प्यार करते हो या नहीं। ഹല്ലേലൂയ. हालेलुया। ഒരു പ്രവാചകനോ ഒരു സ്വപ്നവിശകലനക്കാരനോ ഒരു മന്ത്രവാദിയോ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, അത് നടന്നാലും നിങ്ങൾ വിശ്വസിക്കരുത്, അവിടെ പിന്നാലെ പോകരുത്. इस प्रकार वचन कहता है, चाहे वो नबी हो या स्वप्न दृष्टा हो, उसके कहे हुए बातें यदि घटित भी हो जाए तो तुम उस पर विश्वास नहीं करना। സാത്താന്യ ശക്തികൾക്കും സന്ദേശങ്ങൾ കൊടുക്കാനും പ്രവചനങ്ങൾ പറയാനും ഒക്കെ സാധിക്കും. शैतानिक शक्तियां भी इस प्रकार से भविष्यवाणी कर सकते हैं, चिन्ह चमत्कार कर सकते हैं। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ പിന്നാലെ പോകരുത്. आप कभी भी इस प्रकार के कार्यों के पीछे ना जाएं। സങ്കീർത്തനം 16:4. स्तोत्र ग्रंथ अध्याय 16 वचन 4। അന്യദേവന്മാരെ അനുഗമിച്ച് നിങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കത്തില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. उनकी मूर्तियां असंख्य है, सब उनकी पूजा करने दौड़ते हैं। मैं उन्हें रक्त बलि नहीं चढ़ाऊंगा, मैं प्रार्थना में उनका नाम नहीं लूंगा। യേശു മാത്രമാണ് ദൈവം. केवल यीशु ही एकमात्र ईश्वर है। അപ്പസ്തോല പ്രവർത്തനം 4:12. ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. प्रेरित चरित्र अध्याय 4 वचन 12 इस प्रकार कहता है, किसी दूसरे व्यक्ति द्वारा मुक्ति नहीं मिल सकती है, क्योंकि समस्त संसार में ईसा नाम के सिवा मनुष्यों को कोई दूसरा नाम नहीं दिया गया है जिसके द्वारा हमें मुक्ति मिल രക്ഷയ്ക്ക് सकती। വേണ്ടി ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. मुक्ति के लिए सिर्फ एक ही नाम है और वो यीशु का नाम है। അന്യദേവന്മാരെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തില് ദുരിതങ്ങളും കഷ്ടതകളും കൂടുതൽ വന്നുകൊണ്ടിരിക്കും. जो अन्य देवी देवताओं के पीछे जाते हैं उनके जिंदगी में और ज्यादा कष्ट दुख आते रहेंगे। ഹല്ലേലൂയ. हालेलुया। രക്തം കൊണ്ട് അന്യ ദൈവങ്ങൾക്ക് പാനീയ ബലി അർപ്പിക്കരുത്. रक्त चढ़ाते हुए अन्य देवी देवताओं के लिए आप रक्त की पूजा न करें। അതായത് മൃഗങ്ങളെ, കോഴി, ആട്, അങ്ങനെ പലതിനെയും അന്യ ദൈവങ്ങൾക്ക് ബലിയായി കഴുത്തൊക്കെ അറുത്തുകൊന്ന് രക്തമൊക്കെ കൊടുക്കുന്ന ചില ദുരാചാരങ്ങളുണ്ട്, അത് പാടില്ല. कुछ बुरे आचरण है, जैसे कि कोई मुर्गी या ऐसे जो भी जानवर है, इन सब का रक्त बहाते हुए पूजा अर्पित करते हैं, ऐसे चीजें नहीं करनी चाहिए। അന്യ ദൈവങ്ങളുടെ നാമം പോലും നിങ്ങൾ ഉച്ചരിക്കുവാനായിട്ട് പാടില്ല. अन्य देवी देवताओं का नाम भी आप अपने मुख से नहीं बोलना चाहिए। അന്യ ദൈവങ്ങളുടെ നാമത്തെ വിളിക്കുമ്പോൾ തന്നെ ഇത് വ്യക്തികളെ പൈശാചിക ബന്ധനത്തിൽ ആക്കുകയാണ്. अन्य देवी देवताओं का नाम लेने पर ही वो उस व्यक्ति को शैतानिक शक्ति के अधीन करती है। ഹല്ലേലൂയ. हल्लेलुया। ഹല്ലേലൂയ. हल्लेलुया। ഹല്ലേലൂയ. हल्लेलुया। ഹല്ലേലൂയ. हल्लेलुया। ജോഷുവയുടെ പുസ്തകം 23-ാം അധ്യായം 7-8 വചനങ്ങൾ. योशुआ नबी का ग्रंथ अध्याय 23 का वचन 7 और 8। ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെ കൊണ്ട് ആണയിടുകയോ അവരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്ത പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നതിനും വേണ്ടിയാണ് ഇത്. योशुआ नबी का ग्रंथ अध्याय 23 वचन 7। तुम उन राष्ट्रों के साथ संबंध नहीं रखोगे जो तुम्हारे बीच रहते हैं, तुम उनके देवताओं का नाम लेकर ना तो प्रार्थना करोगे और ना शपथ खाओगे, तुम उन देवताओं की पूजा या आराधना नहीं करोगे। तुम्हें अपने प्रभु ईश्वर से संयुक्त रहना है जैसा तुमने आज तक किया है। प्रभु ने तुमसे बड़े और शक्तिशाली राष्ट्रों को तुम्हारे सामने से भगा दिया है। അന്യ ദൈവങ്ങളുടെ നാമം ഉച്ചരിക്കരുത്, ആ നാമത്തെ കൊണ്ട് ആണയിടരുത്. तुम अन्य देवी देवताओं का नाम ना लेना और ना ही उनके नाम पर शपथ लेना। അന്യ ദൈവങ്ങളെ സേവിക്കരുത്, അവയെ നമസ്കരിക്കരുത്. अन्य देवी देवताओं की पूजा नहीं करना, उनकी आराधना नहीं करना। അന്യ ദൈവങ്ങളെ കുമ്പിടരുത്, അവരെ ആരാധിക്കരുത്.
अन्य देवी देवताओं के सामने अपना सिर नहीं झुकाना, ना उनकी आराधना करना। അല്ല, വിശുദ്ധ ബൈബിളിൽ ശക്തമായിട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയാണ്. ഒന്നാം പ്രമാണം നിങ്ങൾ ലംഘിക്കരുത്, ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രമാണ്. तो इसलिए इस प्रकार वचन हमें चेतावनी देता है कि आप पहले आज्ञा का उल्लंघन नहीं करना, केवल अपने ईश्वर की आराधना करना। ജോഷുവ 24:15 ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. योशुआ नबी का ग्रंथ अध्याय 24 का वचन 15 इस प्रकार कहता है, मैं और मेरा पूरा परिवार अपने ईश्वर की आराधना करेगा। വലതുകരം ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഒരു 3 പ്രാവശ്യം പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. हम इस वचन को दोहराएंगे, मैं और मेरा मेरा परिवार हम सब प्रभु की उपासना करना चाहते हैं। मैं और मेरा परिवार हम सब प्रभु की उपासना करना चाहते हैं। കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ताली बजाकर प्रभु की स्तुति कीजिए। രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. दोनों हाथ प्रभु की उपस्थिति में उठाकर पकड़ लें। നന്നായിട്ട് അധരങ്ങൾ തുറന്ന് യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. अच्छे से मुंह खोलकर आवाज उठाकर चाहते हुए स्तुति कीजिए एक साथ। हालेलुया हालेलुया ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. स्तुति कीजिए। വിളിച്ച് യേശുവേ. जोर से पुकारिए यीशु റഹ്മാനിയാരിയ മസ്താറബാരി ശബലബലബല നിറയട്ടെ ആത്മാവിന്റെ യേശു 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 In the name of Jesus. നിറയട്ടെ ആത്മാവിന്റെ യേശു 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 ഹല്ലേലൂയ. യേശു യേശു അഭിഷേകത്തിന്റെ ശക്തി mighty anointing in the name of Jesus. Mighty anointing in the name of Jesus. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഉച്ച സ്വരത്തിൽ സ്തുതിച്ചേ. और जोर से आवाज उठाकर Jesus, satanic forces come out in the name of Jesus. In the name of Jesus. All satanic forces come out in the name of Jesus. In the name of Jesus. In the name of Jesus. കരമുയർത്തി അടിച്ചേ. हाथ उठाकर ताली बजाइए शक्ति से। सभी हाथ उठाकर ताली बजाइए। ताली बजाइए शक्ति से। ചേർന്ന് പാടി ആരാധിക്കാം. मिलकर गाते हुए स्तुति करेंगे। शक्ति से ताली बजाएं। കരമടിച്ച് ചേർന്ന് പാടാം. शक्ति से ताली बजाएंगे। ताली बजाकर കരമുയർത്തി അടിച്ചേ. हाथ उठाकर आराधना में है छुटकारा, ताली बजाएं। आराधना में है चंगाई, आराधना में है छुटकारा, आराधना में है चंगाई। शरीर प्राण आत्मा में शांति आनंद देता है, जान से प्यारा प्रभु। കരമുയർത്തി അടിച്ചേ. हाथ उठाकर आत्मा में शांति आनंद देता है, जान से प्यारा प्रभु। प्रार्थना करे आराधना करे, वो अच्छा है कितना भला है। प्रार्थना करे आराधना करे, वो अच्छा है कितना भला है। छुटकारा पाए हमेशा हमेशा, छुटकारा पाए हमेशा, छुटकारा पाए हमेशा गाइए। हमेशा, छुटकारा पाए हमेशा। दोनों तरफ ताली बजाएंगे। दोनों तरफ എല്ലാവരും ചേർന്ന് ഉണർവോടെ सब मिलके थोड़ा हिलते हुए। मांगोगे तो मिलेगा, ढूंढोगे तो पाओगे। मांगोगे तो मिलेगा, ढूंढोगे तो पाओगे।
खटखटाओ खोलेगी स्वर्ग की आशीषें, पाओ तुम उसे अभी। खटखटाओ खोलेगी स्वर्ग की आशीषें, पाओ तुम उसे अभी। एक साथ प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है। एक साथ प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है। छुटकारा पाए गाइए हमेशा, छुटकारा। हमेशा छुटकारा पाए हमेशा। छुटकारा पाए हमेशा, हमेशा छुटकारा पाए हमेशा। दोनों तरफ एक दूसरे को देखकर मुस्कुराते हुए, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശി हाथों को लहराते हुए, प्रार्थना ताली करो बजाएंगे। निरंतर, ताली प्रार्थना बजाएं। करो विश्वास से, प्रार्थना करो निरंतर, प्रार्थना करो विश्वास से। प्रार्थना विश्वास की प्रार्थना खोलती है सारे बंधन। धर्मी जन की प्रार्थना विश्वास की प्रार्थना खोलती है सारे बंधन। एक साथ प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है। गाइए। प्रार्थना करे, आराधना करे, वो अच्छा है कितना भला है। छुटकारा पाए हमेशा, गाइए। हमेशा छुटकारा पाए हमेशा। एक साथ छुटकारा पाए हमेशा, हमेशा छुटकारा पाए हमेशा। 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 ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया। യേശുവേ നന്ദി. यीशु को धन्यवाद, യേശു കോ ധന്യവാദ്. 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 यीशु को धन्यवाद। നമ്മൾ ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് ഒന്നാം പ്രമാണ ലംഘനമാണ്. हमने अभी अपने ईश्वर की पहले आज्ञा का उल्लंघन के बारे में सुना है। ഒന്നാം പ്രമാണം ലംഘിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. पहले आज्ञा का उल्लंघन ना करें, इसका ध्यान रखें। ഇനി ഒരിക്കലും അന്യദൈവങ്ങളെ ആരാധിക്കാനോ നേർച്ച കാഴ്ച കൊടുക്കാനോ കുമ്പിടാനോ ഒന്നും പോകരുത്. अब कभी भी अन्य देवी देवताओं की आराधना करने, उनके सामने सिर झुकाने, नाम लेने ना जाएं। അന്യദൈവങ്ങൾക്ക് അർപ്പിച്ച എന്തെങ്കിലും വസ്തുക്കളോ ചരടോ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങൾ നീക്കം ചെയ്യണം. यदि अन्य देवी देवताओं को चढ़ाए हुए कोई ताबीज़, धागा ऐसे सब आपके शरीर में है या कहीं रखे हैं तो आप उसे हटा दीजिएगा। ഹല്ലേലൂയ. हालेलुया। ഇനി നമ്മൾ അടുത്ത ഒരു ഗൗരവമേറിയ പാപത്തിന്റെ മേഖല കാണുകയാണ്. हम एक अगला पाप का एक गंभीर क्षेत्र है, उसको देखने जा रहे हैं। ആറാം പ്രമാണ ലംഘനം, വ്യഭിചാരം ചെയ്യരുത്. छठवीं आज्ञा है, व्यभिचार मत करो। വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം ഇങ്ങനെയുള്ള പാപങ്ങളിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ മകൻ ഉപേക്ഷിക്കുകയും പരസ്പരാസക്തി ജ്വലിച്ച് അന്യോന്യ ലജ്ജാകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അനുഗമിക്കുന്നത് പോരായ്മയായി അവർ കഴിഞ്ഞ നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ കൈവിട്ടു. रोमियो के नाम पत्र अध्याय 1 वचन 26 से यही कारण है कि ईश्वर ने उन्हें उनकी घृणित वासनाओं का शिकार होने दिया। उनकी स्त्रियां प्राकृतिक संसर्ग छोड़कर अप्राकृतिक संसर्ग करने लगी। इसी प्रकार उनके पुरुष भी स्त्रियों का प्राकृतिक संसर्ग छोड़कर एक दूसरे के लिए वासना से जलने लगे। पुरुष पुरुषों के साथ व्यभिचार करते हैं और इस प्रकार वे अपने भ्रष्टाचार का उचित फल अपने शरीर में भोग रहे हैं। उन्होंने ईश्वर का सच्चा ज्ञान प्राप्त करना उचित नहीं समझा, इसलिए ईश्वर ने उन्हें उनकी भ्रष्ट बुद्धि पर छोड़ दिया, जिससे वे अनुचित आचरण करने लगे। 1 കൊരിന്തോസ് 3:16-17 നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും
നിങ്ങൾ അറിയുന്നില്ലേ? कुरिन्थियों के नाम पहला पत्र अध्याय 3 वचन 16 इस प्रकार कहता है, क्या आप यह नहीं जानते कि आप ईश्वर के मंदिर हैं और ईश्वर का आत्मा आप में निवास करता है। ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. यदि कोई ईश्वर का मंदिर नष्ट करेगा तो ईश्वर उसे नष्ट करेगा, എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. क्योंकि ईश्वर का मंदिर पवित्र है ആ ആലയം നിങ്ങൾ തന്നെ. और वो मंदिर आप लोग हैं। പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. पवित्र आत्मा मेरे अंदर निवास करता है। എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. मेरा शरीर ईश्वर का मंदिर है। ഹല്ലേലൂയ. हालेलुया। നിന്റെ ശരീരം വ്യഭിചാരത്തിലൂടെ മറ്റ് അശുദ്ധ പാപങ്ങളിലൂടെ ഒരിക്കലും നശിപ്പിക്കരുത്. आप अपने शरीर को अन्य इस प्रकार के व्यभिचार और अन्य दुष्ट पापों के द्वारा अपने शरीर को विनाश ना करें। സ്ത്രീ തമ്മിൽ പാപം ചെയ്യുന്നു, स्त्री के साथ पाप करती है, പുരുഷനും പുരുഷനും തമ്മിൽ പാപം ചെയ്യുന്നു. पुरुष और पुरुष के साथ पाप करते हैं। ദൈവം സോദോം ഗൊമോറയെ നശിപ്പിച്ചത് ഈ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ്. ईश्वर ने सोदोम गमोरा नगर का सर्वनाश इसी पाप के कारण किया था। സോദോം ഗൊമോറ വാസികൾ സ്വർഗ്ഗഭോഗികളായിരുന്നു. सोदोम गमोरा के निवासी इस प्रकार स्वयं संसर्ग स्वयं भोग करने वाले लोग थे। ദൈവം അഗ്നി അയച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു. ईश्वर ने अग्नि भेजकर उनका सर्वनाश कर दिया। നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. आपका शरीर ईश्वर का मंदिर है, आत्मा ईश्वर का मंदिर है। നിന്റെ ശരീരത്തെ തെറ്റായ പാപത്തിന് വിട്ടുകൊടുക്കരുത്. आपके शरीर को ऐसे पाप के लिए ना छोड़ दे। സ്വയം ഭോഗം ചെയ്യുന്നത് തെറ്റാണ്. अपने शरीर का सुख भोगना गलत है। इस प्रकार സ്വർഗ്ഗഭോഗം ചെയ്യുന്നത് തെറ്റാണ്. पुरुष पुरुष के साथ संसर्ग करना गलत है। ഭർത്താവിനെ വഞ്ചിച്ച് ഭാര്യ മറ്റു പുരുഷനോട് പോകുന്ന ഗൗരവമുള്ള പാപമാണ്. पति को त्यागते हुए किसी अन्य पुरुष के साथ जाना भी उससे भी गंभीर पाप है। ഭാര്യയെ വഞ്ചിച്ച് ഭർത്താവ് മറ്റു സ്ത്രീകളുടെ കൂടെ പോകുന്നതും വലിയ പാപമാണ്. पत्नी को ऐसे त्यागते हुए किसी अन्य स्त्री के साथ लैंगिक संबंध में लगना भी गलत है। വിവാഹത്തിന് മുൻപ് ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത് പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. विवाह से पहले संसर्ग में आना पाप है, ऐसे पवित्र बाइबल सिखाता है। നമ്മുടെ ശരീരത്തെ ലൈംഗികതയെ വിശുദ്ധമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. हमारे शरीर को लैंगिकता को पवित्र रूप से रखना है। ഇന്ന് ധാരാളം ആളുകള് കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുന്നവരാ. आज अनेक लोग अपनी आंखों से पाप करते हैं। കണ്ണുകൊണ്ട് അവര് അശുദ്ധിയുടെ ലൈംഗികത കാണുന്നു. अपनी आंखों से अशुद्ध भरे लैंगिकता को देखते हैं। ഇന്ന് പലരുടെയും മൊബൈലിലൂടെ അശുദ്ധി കാണാനുള്ള വലിയ സാധ്യതയുണ്ട്. आज अनेकों के मोबाइल में इस प्रकार के अशुद्ध चीजें देखने की संभावनाएं हैं। മോശമുള്ള സൈറ്റുകളിൽ കയറി ധാരാളം പേര് അശുദ്ധിയുടെ കാഴ്ചകൾ കണ്ട് നശിക്കുന്നുണ്ട്. गंदे गंदे वेबसाइट में प्रवेश कर अपने इस प्रकार के पापों को देखते हुए अपने आंखों को अशुद्ध कर रहे हैं। ഹല്ലേലൂയ. हालेलुया। മോശമായ പുസ്തകങ്ങൾ വായിക്കരുത്. बुरे पुस्तकों को आप ना पढ़ें। നഗ്നതയുടെ ചിത്രങ്ങൾ കാണരുത്. जो नग्न चित्र आप ना देखें। ബ്ലൂ ഫിലിമുകൾ കാണരുത്. ब्लू फिल्म जो नीले चित्र है उसको आप ना देखें। മൊബൈലിലെ അശുദ്ധിയുടെ കാഴ്ചകളെ കാണുവാൻ പാടില്ല. मोबाइल में इस प्रकार के अशुद्ध चित्रों को ना देखें। അതിലൂടെ നിങ്ങളുടെ ഹൃദയം, മനസ്സ്, ആത്മാവ്, ശരീരം അശുദ്ധമാക്കപ്പെടുകയാണ്. और उसके द्वारा आपका मन, शरीर, आत्मा अशुद्ध हो जाता है। ഹല്ലേലൂയ. हालेलुया। വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു പാപങ്ങളിലേക്കും നമ്മൾ വീഴുവാനായിട്ട് പാടില്ല. हमारी पवित्रता का विनाश करने वाले किसी भी पाप में आप ना गिरे। വിശുദ്ധി നഷ്ടപ്പെടുന്ന വ്യക്തികളിൽ സാത്താൻ കടന്നു വരികയാണ്. पवित्रता नष्ट होने वाले व्यक्तियों में शैतान प्रवेश करता നിന്റെ है। ഉള്ളിലേക്ക് സാത്താന് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് ലൈംഗികതയുടെ പാപങ്ങൾ. आपके अंदर शैतान आसानी से प्रवेश कर सकता है, ऐसा एक क्षेत्र है लैंगिक पाप। നീ ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സാത്താൻ നീ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. സാത്താൻ നിന്റെ ഉള്ളിൽ വസിക്കുകയാണ്. यदि आप लैंगिक पाप करते हैं तो शैतान के लिए आप द्वार खोल देते हैं और शैतान आप में निवास करता है। നിന്റെ ശരീരം ദൈവാത്മാവിന്റെ ആലയമാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? क्या आपका शरीर ईश्वर का मंदिर है, ये आप नहीं जानते?
നമ്മുടെ ഈ ശരീരം വിശുദ്ധമാണ്. हमारा ये शरीर पवित्र है, ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. ये शरीर ईश्वर का है। ഈ ശരീരത്തിൽ നിന്ന് പാപം ചെയ്യരുത്. इस शरीर में आप पाप ना करें। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। നിങ്ങളുടെ ശരീരത്തില് ഏതെങ്കിലുമൊക്കെ വിധത്തില് പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ വഴികൾ ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരണം. यदि आप अपने शरीर में इस प्रकार किसी भी प्रकार का पाप आप अपने शरीर में करते हैं तो उसे त्याग कर आप ईश्वर की ओर लौट आए। ഹല്ലേലൂയ. हालेलुया। 1 കൊരിന്തോസ് 5:11. कुरिन्थियों के नाम पहला पत्र अध्याय 5 वचन 11। പ്രത്യുത നിന്റെ സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസാൻമാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല. അവനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കരുത്. कुरिन्थियों के नाम पहला पत्र अध्याय 5 वचन 11। यदि भाई कहलाने वाला कोई व्यक्ति व्यभिचारी, लोभी, मूर्ति पूजक, निंदक, शराबी या धोखेबाज है तो उसके साथ भोजन तक नहीं करे। ഹല്ലേലൂയ. हालेलुया। വ്യഭിചാരികള്, മദ്യപാനികള്, കള്ളന്മാര്, സ്വർഗഭോഗികള്, പരദൂഷകര്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ കൂടെ നിങ്ങൾ പെടരുത്. അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല. तो इस प्रकार लिखा है, व्यभिचारी, लोभी, मूर्ति पूजक, निंदक, शराबी या धोखेबाज है तो उसके साथ भोजन ना करे, उसके साथ दोस्ती ना रखे। അവരും ഒരുമിച്ചിരുന്ന് നീ ഭക്ഷണം പോലും കഴിക്കരുത്. उसके साथ बैठकर आप भोजन तक ना करें। അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ പാടില്ല. और इस प्रकार जीवन बिताने वाले लोगों के साथ आपकी दोस्ती भी ना रखें। അവരുമായിട്ട് കൂട്ടുകൂടിയാൽ നീയും പാപത്തിൽ വീഴാൻ ഒത്തിരി സാധ്യതയുണ്ട്. यदि आप ऐसे लोगों के साथ दोस्ती रखेंगे तो आप भी पाप में गिरने की संभावना है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. व्यभिचार से दूर भाग जाओ। ഹല്ലേലൂയ. हालेलुया। 1 കൊരിന്തോസ് 6:9-10. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതനാകരുത്. അസാൻമാർഗികളും വിഗ്രഹ ആരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. धोखे में ना रहे व्यभिचारी, मूर्ति पूजक, परस्त्रीगामी, लौंडे और पुरुषगामी, चोर, लोभी, शराबी, निंदक और धोखेबाज ईश्वर के राज्य के अधिकारी नहीं होंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഇങ്ങനെ പാപത്തില് ജീവിക്കുന്നവർക്ക്, അനീതി പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗത്തിലെ പ്രവേശനം ഇല്ല. तो ऐसे लोग जो पाप में रहते हैं, अन्याय जीवन बिताते हैं, ऐसे लोग स्वर्ग में प्रवेश नहीं करेंगे। ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മദ്യപാനികൾക്ക് സ്വർഗത്തിലെ പ്രവേശനമില്ല എന്ന്. यहाँ पर विशेषकर कहते हैं कि शराबी स्वर्ग में प्रवेश नहीं करेंगे। ധാരാളം ആളുകള് ഇന്ന് മദ്യപാനത്തിന് അടിമകളാണ്. कई लोग आज शराब के अधीन हैं। നമ്മുടെ ഈ നാട്ടില് മദ്യപിക്കുന്നവരുണ്ടോ? हमारे इस देश में, इस प्रदेश में शराब पीने वाले लोग हैं क्या? മദ്യപിക്കുന്നവരുണ്ടോ? है क्या? हाँ या ना? ഉണ്ട്, ഉണ്ട്. ഞങ്ങളുടെ കേരളത്തിലും ധാരാളം മദ്യപാനികളുണ്ട്. हमारे केरल में भी बहुत शराबी है। യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തില് 5-ാം അധ്യായം 11-ാമത്തെ വചനം. एशिया नबी का ग्रंथ अध्याय 5 वचन 11। ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. धिक्कार उन लोगों को जो बड़े सवेरे से मदिरा पीते और संध्या को देर तक अंगूरी पीकर मतवाले हो जाते हैं। രാവിലെ ഉണർന്ന് എണീറ്റാലുടൻ തന്നെ മദ്യപിക്കുന്ന വ്യക്തികളുണ്ട്. बड़े सवेरे उठकर शराब पीने वाले लोग भी हैं। രാത്രിയുടെ നീണ്ട സമയങ്ങളിൽ മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുകളിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. और संध्या समय में रात भर बैठकर शराब पीकर जीने वाले लोग भी हैं। മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പിന്മാറണം. शराब पीने से आपको पूर्ण रूप से पीछे हटना है। മദ്യം നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിച്ചു കളയും. शराब आपको और आपके परिवार का सर्वनाश कर देगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। യേശയ്യ 5:22. यशायाह नबी का ग्रंथ अध्याय 5 वचन 22। വീഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരും ആയവർക്ക് ദുരിതം. धिक्कार उन लोगों को जो अंगूरी पीने में बहादुर और मदिरा का मिश्रण करने में चतुर है। യേശയ്യ 22:13,
14 വചനങ്ങള്. ईसाया नबी का ग्रंथ अध्याय 22 का वचन 13। എന്നാൽ അവിടെ ആഹ്ലാദത്തിമിർപ്പ് കാളകളെയും ആടുകളെയും കൊല്ലുന്നു. അവിടെ ഇറച്ചുതിറ്റിയും മീഞ്ഞുകുടിയും നമുക്ക് തിന്നുകുടിച്ചു മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. किंतु तुम आनंद और उत्सव मनाते, बैलों और भेड़ों का वध करते, मांस खाते और अंगूरी पीते थे। तुम कहते थे हम खाएं और पिए, कल तो मरना ही है। അവിടെ കുറെ ആളുകൾ ഇറച്ചുതിറ്റിയാണ്, വീഞ്ഞുകുടിയാണ്, മദ്യപാനമാണ്. यहाँ बहुत सारे लोग इस प्रकार मांस खा रहे हैं, अंगूरी पी रहे हैं। അവർ പറയുന്നത് ഇപ്രകാരമാണ്, നാളെ നമ്മൾ മരിക്കും, അതുകൊണ്ട് ഇന്ന് കുടിച്ച് ആനന്ദിച്ച് തിന്നുകുടിച്ച് ജീവിക്കാം. तो वो लोग इस प्रकार कहते हैं कि कल तो मरना ही है, इसलिए आज खाएं पिए और आनंद मनाएं। ഇത് തെറ്റായ ഒരു ചിന്തയാണ്, ഇത് സാത്താന്റെ ചിന്തയാണ്. ये एक गलत विचार है, ये शैतान देने वाला एक सोच है। സൈന്യങ്ങളുടെ കർത്താവ് എന്റെ കാതിന് മന്ത്രിച്ചു, നീ മരിക്കുന്നതുവരെ ഈ അകൃത്യം, മദ്യപാനമെന്ന ഈ അകൃത്യം ക്ഷമിക്കപ്പെടുകയില്ല. सर्वशक्तिमान प्रभु ने मुझ पर यह प्रकट किया है, मरने के दिन तक तुम्हारा यह पाप क्षमा नहीं किया जाएगा। മദ്യപാനത്തിൽ നിന്ന് ഓടി അകലുക. शराब पीने से आप दूर भाग जाएं। മദ്യപാനം മൂലം നീയും നിന്റെ കുടുംബവും നശിക്കുകയാണ്. शराब के कारण आप और आपका परिवार विनाश की ओर जा रहा है। പ്രഭാഷകൻ 19:1 മുതൽ 3 വരെ വചനങ്ങള്. प्रवक्ता ग्रंथ अध्याय 19 वचन 1 से 3 तक। മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാൻ ആകുകയില്ല. शराब पीने वाला एक व्यक्ति कभी भी धनी नहीं बनेगा। ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിച്ചുകൊണ്ടിരിക്കും. जो छोटे कार्यों को ध्यान नहीं देता वो धीरे धीरे सर्वनाश की ओर जा रहा है। മദ്യവും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു. शराब और स्त्री बुद्धिमान लोगों का मार्ग भंग करती है। വേശ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടും വിചാരം നഷ്ടപ്പെടുന്നു. वेश्यों के साथ रहने वालों को सोच विचार की बुद्धि नष्ट हो जाती है। വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും, വീണ്ടും വിചാരമില്ലാത്തവൻ നശിക്കും. इस प्रकार घाव होते जाते हैं और उनकी बुद्धिहीन हो जाती है। ആ മദ്യപാനം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. तो इसलिए शराब को पूर्ण रूप से त्यागने के लिए आप निर्णय लें। മദ്യപിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും മദ്യപാനം അവസാനിപ്പിക്കണം. शराब पीने वाले पुरुष स्त्री, आप ये शराब पीना बंद करना है। നമുക്ക് വലതുകരം എത്തിപ്പിടിക്കാം, हम अपना दाहिना हाथ उठाकर पकड़ लें, ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, मिलकर प्रार्थना करें। हे प्रभु यीशु, हे प्रभु यीशु, എല്ലാ പാപത്തിൽ നിന്നും सभी पापों से सभी पापों से ഞങ്ങളെ രക്ഷിക്കണമേ. हमें बचा लीजिए। हमें बचा लीजिए, വ്യഭിചാരത്തിൽ നിന്ന് वे विचार से ഞങ്ങളെ व्यभिचार से രക്ഷിക്കണമേ. हमें बचा लीजिए। हमें बचा लीजिए, മദ്യപാനത്തിൽ നിന്ന് शराब पीने की आदत से शराब पीने की आदत से ഞങ്ങളെ രക്ഷിക്കണമേ. हमें बचा लीजिए। हमें बचा लीजिए। യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर यीशु के नाम पर എല്ലാ പൈശാചിക ശക്തികളും सभी शैतानिक शक्तियाँ सभी शैतानिक शक्तियाँ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ. इस समय बंदित हो जाएं। इस समय बंधित हो जाए। യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर മദ്യപാനത്തിന്റെ शराब की ദുരാത്മാവ് दुष्ट आत्माएं ഞങ്ങളെ വിട്ടുമാറട്ടെ. हमें छोड़ जाए। മദ്യപാനത്തിന്റെ शराब की ദുരാത്മാവേ दुष्ट आत्मा വിട്ടുപോകുക. छोड़ जाओ। സ്തുതിച്ചേ, स्तुति करें। हालेलुया, 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 ഹല്ലേലൂയ. हालेलुया। ഇനി നമ്മൾ കേൾക്കുന്നത് മാതാപിതാക്കന്മാരോടുള്ള കടമയെക്കുറിച്ചാണ്. अभी हम अगला सुनेंगे अपने माता पिता के प्रति जो कर्तव्य है। നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. हम अपने माता पिताओं का आदर करना है, सम्मान करना है, प्यार करना है। വൃദ്ധരായ മാതാപിതാക്കന്മാരെ നമ്മൾ ശുശ്രൂഷിക്കണം. वृद्ध माता पिताओं का सेवा हमें करना है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। യേശുവേ നന്ദി. यीशु को धन्यवाद। പ്രഭാഷകന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തില് 3 മുതൽ 6 വരെ വചനങ്ങൾ. प्रवक्ता ग्रंथ अध्याय 3 वचन 3 से वचन। പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. जो अपने पिता पर श्रद्धा रखता है वो अपने पापों का प्रायश्चित करता है। നീ നിന്റെ അപ്പനെ ബഹുമാനിച്ചാൽ
അത് നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് ദൈവം സ്വീകരിക്കുക. वचन 4 है, जो पिता पर श्रद्धा रखता है वो अपने पापों का प्रायश्चित करता है, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. और जो अपनी माता का आदर करता है वह मानो धन का संचय करता നീ है। നിന്റെ അമ്മയെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ, ആദരിച്ചാൽ നിക്ഷേപം സ്വർഗത്തിൽ നിനക്ക് ഉണ്ടാകും. यदि आप अपनी माँ का आदर करते हैं, प्यार करते हैं, तो आप स्वर्ग में धन इकट्ठा करते हैं। പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കുന്നു. जो पिता का सम्मान करता है उसे अपनी ही संतान से सुख मिलेगा, അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. और जब वह प्रार्थना करता है तो ईश्वर उनकी सुन लेगा। അതായത് അപ്പനെ ബഹുമാനിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. इसका अर्थ ये है कि जो पिता का सम्मान करता है उसकी प्रार्थना ईश्वर सुनेगा। ആര് അപ്പനെ ബഹുമാനിക്കുന്നുവോ അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. जो पिता का सम्मान करता है उसकी प्रार्थना का जवाब ईश्वर की उपस्थिति में है। അപ്പനെ നിന്ദിക്കുന്നവന്റെ, അപ്പനെ ഉപദ്രവിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. जो पिता की निंदा करता है, उसको दोष देता है, उसकी प्रार्थना ईश्वर नहीं सुनेगा। പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. जो अपने पिता का आदर करता है वह दीर्घायु होगा। നീ അപ്പനെ ബഹുമാനിച്ചാൽ, അപ്പനെ ആദരിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും. यदि आप पिता का आदर करेंगे, उसका सम्मान करेंगे, तो आपकी प्रार्थना स्वर्ग में पहुंच जाएगी। 8-9 വചനങ്ങള്. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക. वचन 9 और 10, वचन और कर्म से अपने पिता का आदर करो जिससे तुमको उसका आशीर्वाद प्राप्त हो। അപ്പനെ അനുസരിക്കണം. पिता का कहना मानना है, അവന്റെ വാക്കിനെ നമ്മൾ മാനിക്കണം. उसके बातों का, उसके वचनों पर हमें श्रद्धा देना है। ഹല്ലേലൂയ. हालेलुया। പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. पिता का आशीर्वाद उसके पुत्रों का घर सुदृढ़ बनाता है। അപ്പൻ നിന്നെ അനുഗ്രഹിച്ചാൽ നിന്റെ കുടുംബം ബലം പ്രാപിക്കും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. यदि आपका पिता आपको आशीर्वाद देगा तो आप आशीर्वाद प्राप्त करेंगे, आपके बच्चे आशीर्वाद प्राप्त करेंगे। അപ്പന്റെ അനുഗ്രഹമാണ് നിന്റെ കുടുംബത്തെ ബലമുള്ളതാക്കി മാറ്റുന്നത്. पिता का आशीर्वाद ही आपके घर को सुदृढ़ बनाता है। അടുത്ത വചനം പറയുന്നു, അമ്മയുടെ ശാപം നിന്റെ കുടുംബത്തിന്റെ അടിത്തറ തകർത്ത് കളയും. और अगला वचन कहता है, किंतु माता का अभिशाप उसकी नींव उखाड़ देता है। അമ്മയുടെ കണ്ണുനീര്, അമ്മയുടെ വേദന നിന്റെ കുടുംബത്തെ തകർത്ത് കളയും. आपकी माँ की आंसू, आपकी माँ का दुख आपके घर की नींव उखाड़ देगी। ആരൊക്കെ മാതാപിതാക്കന്മാരെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ, അവരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ടോ, അവരെ ഹൃദയം നൊന്ത് കരയണം. जिस किसी ने भी अपने माता पिता के आंसू बहाए हैं और ऐसे लोग आंसू बहाते हुए उसके लिए क्षमा याचना करनी है। മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് നിന്റെ കുടുംബത്തെ തകർത്ത് കളയും. माता पिता के आंसू आपके परिवार का विनाश कर देगी। ഹല്ലേലൂയ. हालेलुया। 12-ാം വചനം പറയുന്നു, മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കും വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. वचन 14 कहता है, पुत्र अपने बूढ़े पिता की सेवा करो, जब तक वह जीता रहता है उसे उदास मत करो। വൃദ്ധനായ നിന്റെ പിതാവിനെ നീ ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം. अपने बूढ़े पिता की सेवा करना है, उसका सम्मान करना है। പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. आप अपने पिता पर दिखाने वाली दया वो कभी भी नहीं भूली അത് जाएगी, നിന്റെ പാപങ്ങളുടെ കടം വീടുന്നതിന് ഉപകരിക്കും. और ये आपके पापों से मुक्ति दिलाने के लिए काम करेगा। ഇപ്പോൾ കേട്ട 14-ാം വചനമാണ്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല, പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടത ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. അതായത് നിന്റെ അപ്പനോട് നീ കരുണ കാണിച്ചാൽ ദൈവം നിന്നോടും നിന്റെ മക്കളോടും കരുണ കാണിക്കും. वचन 15 है, पिता की सेवा शुश्रूषा नहीं भुलाई जाएगी, वो तुम्हारे पापों का प्रायश्चित और तुम्हारी धार्मिकता समझी जाएगी। ഒരിക്കലും മാതാപിതാക്കന്മാരെ അവഗണിക്കരുത്. कभी भी अपने माता पिता का अनादर नहीं करना। പ്രായമായ മാതാപിതാക്കന്മാരെ നമ്മൾ ശുശ്രൂഷിക്കണം.
हमारे बूढ़े माता पिताओं की सेवा हमें करनी चाहिए। രോഗികളായ മാതാപിതാക്കന്മാരുടെ നമ്മൾ കരുണ കാണിക്കണം. जो बीमार माता पिता हैं उन पर हम दया दिखाएं। ഒരിക്കലും മാതാപിതാക്കന്മാരുടെ വേദനയോ കണ്ണുനീരോ നമ്മുടെ മേൽ വീഴുവാൻ പാടില്ല. कभी भी हमारे बूढ़े माता पिताओं के आंसू या दर्द हम पर ना गिरे। ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ. हालेलुया। വലതുകരം വെട്ടിപ്പിടിച്ച് दाहिना हाथ उठाकर पकड़ ले, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. सभी मिलकर प्रार्थना करें। हे प्रभु यीशु, എന്റെ മാതാപിതാക്കന്മാരെ मेरे माता पिताओं को मेरे माता पिताओं को ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. मैंने दर्द दिया है, मैंने दर्द दिया है। ഞാൻ മാപ്പ് ചോദിക്കുന്നു. मैं क्षमा मांगता हूँ। मैं क्षमा मांगता हूँ। യേശുവേ, हे यीशु, हे यीशु, എന്റെ മാതാപിതാക്കന്മാരുടെ मेरे माता पिता के मेरे माता पिता के കണ്ണുനീരിന്റെ ശാപം आंसुओं का शाप आंसुओं का श्राप എന്റെ മേൽ വീണിട്ടുണ്ടെങ്കിൽ मुझ पर गिरा है तो मुझ पर गिरा है तो യേശുവേ, हे यीशु, हे यीशु, അതിൽ നിന്ന് उसमें से उसमें से എന്നെ മോചിപ്പിക്കണമേ. मुझे छुड़ा दीजिए। മാതാപിതാക്കന്മാരുടെ माता पिता के माता पिता കണ്ണുനീരിന്റെ के आंसुओं के आंसुओं के ശാപം शाप യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर यीशु के नाम पर ഇപ്പോൾ വിട്ടുപോകട്ടെ. अभी छोड़ जाए। अभी छोड़ हालेलुया। जाए। हालेलुया। രണ്ട് കരവീഴ്ത്തി കരുണയ്ക്ക് വേണ്ടി സ്തുതിച്ചേ. दोनों हाथ उठाकर करुणा के लिए स्तुति करें। हालेलुया 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 എല്ലാവരും വിളിച്ചേ, हालेलुया। യേശുവേ എന്ന് വിളിച്ചേ. सब मिलकर पुकारिए, यीशु യേശു यीशु യേശു यीशु യേശു यीशु യേശു. यीशु। സ്വരമുയർത്തി आवाज उठाकर यीशु 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 यीशु। यीशु। ഹല്ലേലൂയ. हालेलुया। നമുക്ക് മാതാപിതാക്കന്മാരെ ഒത്തിരി സ്നേഹിക്കാം. हम माता पिता से काफी प्रेम रखें। മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. जो हमारे मर गए हैं यदि माता पिता, तो उनके लिए हम विशेषकर प्रार्थना करें। ഇന്ന് വൈകിട്ട് അർപ്പിക്കുന്ന കുർബാനയില് മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. आज जो हमारे मृतक माता पिता हैं उनके लिए आज के पवित्र मिसा बलिदान में विशेषकर प्रार्थना करें। വേണ്ടവണ്ണം അവരെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. यदि ठीक प्रकार से उनसे प्यार नहीं किया है तो क्षमा मांगे। മാതാപിതാക്കന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. यदि हमारे माता पिता को शारीरिक रूप से हमने ठेस पहुंचाई है तो उसके लिए माफी मांगे। മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. जो माता पिता यदि मर गए हैं, मृतक माता पिताओं के लिए आंसू बहाकर प्रार्थना करें। മർക്കോസ് 7-ാം അധ്യായം 20 മുതൽ 23 വരെ വചനങ്ങൾ. संत मार्कुस का सुसमाचार अध्याय 7 वचन 20 से। ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അത് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. जो मनुष्य में से निकलता है वही उसे अशुद्ध करता है, क्योंकि बुरे विचार भीतर से अर्थात मनुष्य के मन से निकलते हैं। वे विचार चोरी, हत्या, परगमन, लोभ, विद्वेष, छल कपट, लंपटता, ईर्ष्या, झूठी निंदा, अहंकार और मूर्खता, ये सब बुराइयां भीतर से निकलती हैं और मनुष्य को अशुद्ध करती है। ഹല്ലേലൂയ. हालेलुया। ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണ് പാപം തുടങ്ങുന്നത്. एक व्यक्ति के हृदय से पाप की शुरुआत होती है। ആദ്യം നമ്മുടെ ഹൃദയത്തിലെ പാപം ചെയ്ത ശേഷമാണ് പുറമെ പാപം ചെയ്യുന്നത്. हम पहले अपने हृदय में, मन में पाप करते हैं, उसके बाद वो पाप बाहर हम दिखाते हैं। മത്തായി 5:28 ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ പാപം ചെയ്ത് കഴിഞ്ഞു. सन्मति का सुसमाचार अध्याय 5 वचन 28 कहता है, जो एक स्त्री को बुरी नजर से देखता है वो पाप कर चुका है। ആസക്തിയുടെ സ്ത്രീയെ നോക്കിയാൽ
ഹൃദയത്തിൽ പാപം ചെയ്ത് കഴിഞ്ഞു എന്നാ വചനം പറയുന്നു. बुरे विचार के साथ एक स्त्री को देखने पर वो हृदय में पाप कर चुका है, ऐसा कहते അപ്പൊ हैं। ആദ്യം പാപം നടക്കുന്നത് ഹൃദയത്തിലാണ്. तो इसलिए पहले पाप हमारे मन में, हृदय में होता है। അതാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ശുദ്ധീകരിക്കുക. और इसलिए यीशु कहते हैं अपने हृदय को पहले शुद्ध करो, ദുർചിന്തകൾ ഉപേക്ഷിക്കുക. बुरे विचारों को त्याग दो। പരസംഗം, അതായത് പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, അങ്ങനെ ജീവിക്കുന്നവർ ആ തെറ്റ് അവസാനിപ്പിക്കുക. इसका अर्थ है किसी पर स्त्री के साथ या पर पुरुष के साथ कोई संबंध रखते हैं तो उसे त्याग दें। മോഷണം, മറ്റുള്ള വസ്തുക്കൾ മോഷ്ടിക്കുക, നശിപ്പിക്കുന്നതൊക്കെ പാപമാണ്. चोरी करना, दूसरे लोगों का कोई चीज चोरी कर लेना, ये सब पाप है। അടുത്ത ഒരു ഗൗരവമുള്ള പാപമാണ് കൊലപാതകം. और अगला एक गंभीर पाप है हत्या। 1 യോഹന്നാൻ 3:15 पहला യോഹൻ का पत्र अध्याय 3 वचन 15। സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. जो अपने भाई से घृणा रखता है वो हत्यारा है। നീ നിന്റെ സഹോദരനെ ഹൃദയത്തിൽ വെറുക്കുന്നുണ്ടെങ്കിൽ നീ പാപം ചെയ്യുകയാണ്. यदि आप अपने भाई से अपने हृदय में या मन में घृणा रखते हैं तो आप पाप करते हैं, हत्या करते हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। യാക്കോബ് 4:17 याकूब का ग्रंथ अध्याय 4 वचन 17। ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. जो भलाई आपको करनी चाहिए थी, यदि आप नहीं करते हैं तो पाप करते हैं। നമ്മൾ നന്മ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തിന്മയാണ്. यदि हम भलाई नहीं करते हैं तो हम बुराई करते हैं। നിന്റെ മുൻപിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു, നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. तुम्हारे सामने जीवन और मृत्यु दोनों रखा है, जो पसंद है उसे चुन लीजिए। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। കൊലപാതകം ചെയ്യരുത്. हत्या मत करो। നമ്മുടെ നാട്ടിലൊക്കെ കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. हमारे गांव में हत्या चलती है क्या? हत्या करते हैं। ഞങ്ങളുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഒത്തിരി നടക്കാറുണ്ട്. हमारे केरल में देखा जाए तो राजनीतिक रूप से कई सारी हत्याएं होती हैं। ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മനുഷ്യരെ കൊല്ലുന്നുണ്ട്, ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. संसार के कई भागों में इस प्रकार लोगों की हत्या हो रही है, बम विस्फोट हो रहे हैं। യുദ്ധങ്ങളിലൊക്കെ അനേകർ കൊല്ലപ്പെടുകയാണ്. युद्ध होने पर अनेक लोगों की हत्या होती है। വചനം പഠിപ്പിക്കുന്നു കൊല്ലരുത്. वचन कहता है कि हत्या ना करें। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന ഈ പാപത്തോടൊപ്പം തന്നെ വളരെ ഗൗരവമുള്ള മറ്റൊരു പാപത്തിന്റെ മേഖല കൂടി പങ്കുവയ്ക്കുകയാണ്. और इस प्रकार लोगों की हत्या करने के साथ एक दूसरा पाप का गंभीर क्षेत्र है, वो भी मैं आपको बताता हूँ। സ്ത്രീകള് ഗർഭപാത്രത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. स्त्रियां अपने गर्भाशय में रखकर बच्चों की हत्या कर देती हैं। അബോർഷൻ ഗൗരവമേറിയ പാപമാണ്. गर्भपात करना बहुत गंभीर पाप है। ഹോസിയ 9:14-15 होसिया नबी का ग्रंथ अध्याय 9 का वचन 14 और 15। കർത്താവേ അവർക്ക് കൊടുക്കുക, അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. അവരുടെ അകൃത്യങ്ങളെല്ലാം ഗിൽഗാലിൽ ആരംഭിച്ചു. അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് അവരെ ഞാൻ ആട്ടിപ്പുറത്താക്കും. ഞാൻ അവരെ മേലിൽ സ്നേഹിക്കുകയില്ല. प्रभु ईश्वर भिक्षा दान, किंतु तू क्या देगा उन्हें? गर्भपात करने वाले गर्भाशय और सूखे स्तन, उनके प्रत्येक दुष्कर्म का गिलगाल से ही प्रारंभ हुआ, वहीं उनसे मेरी घृणा भी शुरू हो गई। കർത്താവേ അവർക്ക് കൊടുക്കുക, അങ്ങ് എന്തു കൊടുക്കും? അവർക്ക് അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും കൊടുക്കുക. प्रभु ईश्वर भिक्षा दान, किंतु तू क्या देगा उन्हें? गर्भपात करने वाले गर्भाशय और सूखे स्तन, അവിടെ വെച്ച് ഞാൻ അവരെ വെറുക്കാൻ തുടങ്ങി. वही उनसे मेरी घृणा भी शुरू हो गई। അവരുടെ അകൃത്യങ്ങൾ നിമിത്തം എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ അവരെ ആട്ടിപ്പുറത്താക്കും. उनके दुष्कर्मों के कारण मैं उन्हें अपने घर से भगा दूंगा। ഞാൻ അവരെ സ്നേഹിക്കുകയില്ല. मैं उनसे प्रेम और नहीं करूंगा। അവിടെ പറയുന്നു അലസിപ്പോകുന്ന ഗർഭപാത്രവും വരണ്ട സ്ഥലങ്ങളും ഞാൻ അവർക്ക് കൊടുക്കും. तो यहाँ पर वचन कहता है गर्भपात करने वाले गर्भाशय और सूखे स्तन में उन्हें प्रदान ഞാൻ അവരെ करूंगा। ആട്ടിപ്പുറത്താക്കും, ഞാൻ അവരെ സ്നേഹിക്കത്തില്ല. मैं उन्हें बाहर कर दूंगा, मैं उनसे अब और प्यार नहीं करूंगा। ഹല്ലേലൂയ. हालेलुया। അബോർഷൻ ചെയ്യരുത്, ചെയ്യിക്കരുത്. गर्भपात ना करे और ना ही करवाएं। ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാര് വിവാഹത്തിന് മുൻപോ വിവാഹശേഷമോ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അത്
രക്തത്തിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. यहाँ पर बैठी हमारी बहनें, यदि शादी से पहले या शादी के बाद आपने गर्भपात किया है तो आप याद रखें आपको उसका मूल्य चुकाना पड़ेगा. പലരും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലാറുണ്ട്. कई लोग गर्भाशय में रखकर ही बच्चों की हत्या कर देते हैं. ഒരു വർഷം കൊണ്ട് 7 കോടിയിലധികം കുഞ്ഞുങ്ങൾ അമ്മമാര് കൊന്നുകളയുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക് പറയുന്നത്. इस प्रकार संख्याएं बताती हैं कि एक साल में कम से कम 7 करोड़ बच्चों की हत्या इस प्रकार हो रही है. ലോകത്തില് ഇപ്പോൾ 800 കോടി ജനങ്ങളുണ്ട്. इस दुनिया में अभी 800 करोड़ लोग हैं. 7 കോടി കുഞ്ഞുങ്ങളെ ഒന്നും ആയിരിക്കില്ല കൊല്ലുന്നത്, അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ലോകത്തിൽ വധിക്കപ്പെടുന്നുണ്ട്. तो शायद 7 करोड़ बच्चे नहीं होंगे, उससे ज्यादा ही होंगे जो गर्भाशय में रखकर जिनकी हत्या हो जाती है. സ്ത്രീകള് അവിടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയാണ്. स्त्रियां अपने गर्भाशय में रखकर ही बच्चों की हत्या कर रही हैं. നിങ്ങൾ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത്. यदि आपने गर्भपात किया है तो आप याद रखिएगा सबसे अनुग्रहित एक बच्चे की आपने हत्या की है. നിഷ്കളങ്ക രക്തം നിങ്ങൾക്കെതിരായിട്ട് നിലവിളിക്കുന്നു. निष्कलंक रक्त आपके खिलाफ रो रहा है. അബോർഷൻ ചെയ്തവര് കണ്ണീരോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊള്ളുക. जिन्होंने गर्भपात किया है या कराया है आप ईश्वर की उपस्थिति में रोते हुए उसके लिए पश्चाताप करें. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. യേശുവേ നന്ദി, यीशु को धन्यवाद, യേശുവേ സ്തുതി, यीशु की स्तुति हो. പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा को धन्यवाद. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. മദ്യപാനം പോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന മറ്റൊരു തിന്മയാണ് മയക്കുമരുന്ന്. शराब की तरह ही हमारे इस दुनिया में फैली हुई एक दूसरी पाप है नशा की आदत. കഞ്ചാവ്, മറ്റ് ലഹരി സാധനങ്ങൾ, MDMA ഒക്കെ ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഉണ്ട്. कई प्रकार के नशा है, नशीली वस्तुएं हैं, MDMA सब है. इस प्रकार की नशीली वस्तुओं का उपयोग करते हैं. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരവും ബുദ്ധിയും മനസ്സുമെല്ലാം അപകടത്തിലാവുകയാണ്. नशा का सेवन करने के द्वारा आपका मन और शरीर काफी बुरी अवस्था में गिर जाता है. പ്രത്യേകിച്ച് MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഓർത്തുകൊള്ളുക, നിങ്ങൾ ലൈംഗിക ബലഹീനതകൾക്ക് അടിമയാകും. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. जो MDMA नामक नशा का सेवन करते हैं आप याद रखें आपको उसमें लैंगिकता में बलहीन हो जाएंगे. जो बच्चे उत्पन्न होंगे आप में से वो भी कमज़ोर और बीमार होंगे. കഴിഞ്ഞ മാസം കോട്ടയം കളത്തിപ്പടി ക്രിസ്റ്റീനിൽ താമസിച്ചൊരു ധ്യാനമുണ്ടായിരുന്നു. पिछले महीने में केरल के कोट्टयम में वहाँ के साधना केंद्र में एक साधना था. അവിടെ ധ്യാനം നടക്കുമ്പോൾ ഒരു അമ്മയും മകളും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. वहाँ पर एक माँ अपने 6 महीने के बच्चे को प्रार्थना के लिए लेकर आई. അവര് ഇപ്രകാരമാണ് പങ്കുവെച്ചത്, ഈ 6 മാസമുള്ള കുഞ്ഞിനെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. इस 6 महीने के बच्चे को वो मेरे पास प्रार्थना करने के लिए लेकर आई. അമ്മ പറഞ്ഞു, ഇത് എൻ്റെ മകളാണ്. वो माँ ने कहा ये मेरी बेटी है, एक बेटी भी थी. ഇവിടെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹമായിരുന്നു. ये एक युवक के साथ प्रेम रिश्ते में थी. ആ ചെറുപ്പക്കാരനും ക്രിസ്ത്യാനിയാണ്. वो युवक भी एक क्रिस्तीय है. അവൻ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയായിരുന്നു. वो नशीले वस्तुओं और शराब के अधीन था. ഞങ്ങള് ഒത്തിരിയേറെ മകളോട് പറഞ്ഞു ഈ ഒരു ബന്ധം അവസാനിപ്പിക്കുവാൻ. मैंने इसको कई बार बोला कि इस रिश्ते को खत्म करने के लिए, പക്ഷേ അവൾ തയ്യാറായില്ല. लेकिन वो नहीं मानी. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ അമ്മ ഡിവോഴ്സ് ചെയ്ത അമ്മയാണ്. जब मैंने पूछा तो इस माँ ने बोला ये माँ का डिवोर्स तलाक हो चुका था അവർക്ക് ഈ ഒറ്റ മകളേ ഉള്ളൂ. और इनकी ये केवल एक ही बेटी थी. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടത്തിക്കൊടുത്തു. और उसके जिद के कारण उसकी शादी करा दी അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. और उनका एक बच्चा हुआ. ആ കുഞ്ഞിന് ജന്മനാ ഉള്ള ഒത്തിരി വൈകല്യങ്ങളുണ്ട്. और ये बच्चा जन्म से ही काफी कमजोर है. പരിശോധനയിൽ ഡോക്ടർ പറഞ്ഞത് ഇപ്രകാരമാണ്, MDMA എന്ന മയക്കുമരുന്നിന്റെ അനന്തര ഫലമാണ് ഈ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ ശരീരത്തിൽ വളർച്ചയില്ല. 6 മാസത്തിനുള്ളിൽ ഈ കുഞ്ഞ് മരിക്കും.
तो ये बच्चे का जब जांच किया तो डॉक्टरों ने कहा MDMA नामक उस नशे का उपयोग सेवन करने के कारण इस बच्चे के सारे आंतरिक अंग जो है वो सारे ही खराब है। 6 महीने के अंदर में ये बच्चा मर जाएगा। ഇവളുടെ ഭർത്താവ് മയക്കുമരുന്നിന്റെ MDMA അടിമയായിരുന്നു. लड़की का पति MDMA का अधीन है, ഈ गुलाम है। കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഒരു തവണ ഇവളും ഈ MDMA എന്ന മയക്കുമരുന്ന് ഭർത്താവ് കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. और ये लड़की ने भी जब ये गर्भवती थी ये MDMA नामक नशे का सेवन किया था। ആ പിറന്നു വീണ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളൊന്നും വളരുന്നില്ല. अभी इस बच्चे का जो आंतरिक अंग है वो कुछ भी बढ़ नहीं रहा है। ഡോക്ടേഴ്സ് പറയുന്നു 6 മാസത്തിന്റെ ഉള്ളിൽ ഈ കുഞ്ഞ് മരിക്കും. और डॉक्टर कहते हैं कि 6 महीने के अंदर में ये बच्चा मर जाएगा। സങ്കടകരമായ മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ഇവളെ പ്രസവത്തിന് കൊണ്ട് വിട്ടതിന് ശേഷം ഒരിക്കലും ഈ ഭർത്താവ് അവിടേക്ക് വന്നിട്ടില്ല. और दुखमय अवस्था यह है इस लड़की को प्रसव के लिए अपने घर या माँ के घर छोड़कर गया है, फिर कभी उसने मुड़कर नहीं देखा। ഈ ജനിച്ച കുഞ്ഞിന്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ ഡിവോഴ്സ് വേണം, ഇവളെ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. अभी जब इस बच्चे की अवस्था के बारे में उसको जानकारी मिली तो वो इस लड़की को तलाक देना चाहता है। अब ये लड़की उसे नहीं चाहिए। അവൾക്ക് അവന് അവളെയും വേണ്ട, അവളുടെ കുഞ്ഞിനെയും വേണ്ട. उस लड़के को अभी ये लड़की भी नहीं चाहिए, उनका बच्चा भी नहीं चाहिए। മയക്കുമരുന്നിന്റെ അടിമകളായി ജീവിക്കുന്ന ധാരാളം യുവതിവാക്കന്മാര് ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. तो इस प्रकार नशे के अधीन जीवन बिताने वाले कई सारे लोग इस दुनिया में हैं। മയക്കുമരുന്നിന്റെ ആ ഒരു പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. नशा की इस अधीनता से हमें बचना है। യേശയ്യ 50, 20, 21, 22 വചനങ്ങൾ. यशायाह नबी का ग्रंथ अध्याय 50, 20, 21 वचन। വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ നിന്റെ പുത്രർ വഴിക്കവലകളിൽ മയങ്ങിക്കിടക്കുന്നു. വലയിൽ കുടുങ്ങിയ മാനിനെ പോലെ വഴിക്കവലകളിൽ നിന്റെ യുവാക്കന്മാര് മയങ്ങിക്കിടക്കുക, നിന്റെ പുത്രർ. കാരണം മയക്കുമരുന്നടിച്ച് മയങ്ങിക്കിടക്കുന്ന മക്കൾ. अध्याय 51 का 20 और 21। तेरी संतति जाल में फंसे मृग की तरह हर गली के नुक्कड़ पर बेहोश पड़ी है। നിന്റെ മക്കള് മടിയില് മയങ്ങിക്കിടക്കുക, മാൻ വലയിൽപ്പെട്ടതുപോലെ മയങ്ങിക്കിടക്കാണ്. മയക്കുമരുന്നിന് അടിമകളായി തീരുന്ന ധാരാളം യുവതീവാക്കന്മാരുണ്ട്. तेरी संतति जाल में फंसे मृग की तरह वो फंसे पड़े हैं। അടുത്ത വചനം പറയുന്നു, അതിപീഡനം സഹിക്കുന്നവളെ വീഞ്ഞു കുടിക്കാതെ ബോധമറ്റവളെ കേൾക്കുക. അതായത് വീഞ്ഞു കുടിച്ചിട്ടില്ല പക്ഷെ ബോധമില്ല. മയക്കുമരുന്ന്, മദ്യമല്ല, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ. तो इस प्रकार वचन अगला कहता है, तू बिना अंगूरी पिए लटखड़ा रही है। अंगूरी पीकर नहीं बल्कि नशा लेकर भी इस प्रकार लोग लटखड़ा रहे हैं। തന്റെ ജനത്തിനു വേണ്ടി ബാധിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് വിളിച്ചിരുന്നു, ഇതാ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. मैंने तेरे हाथ से लटखड़ा देने वाला प्याला ले लिया है। മക്കളുടെ ഈ പോക്ക് കണ്ടിട്ട് മാതാപിതാക്കന്മാര് പരിഭ്രമത്തിലും വിഷമത്തിലുമാണ്. बच्चों का इस प्रकार मार्ग भंग देखते हुए माता पिता काफी दुखी और परेशान हैं। ഞങ്ങളുടെയൊക്കെ നാട്ടില് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് മയക്കുമരുന്നിന്റെ അടിമകളാണ്. हमारे गांव में हाई स्कूल में 12वीं 11वीं में पढ़ने वाले बच्चे तक अभी नशा के अधीन हैं, गुलाम हैं। കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, 9ാം സ്റ്റാൻഡേർഡിലും 8ാം സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നാളുകളായിട്ട് മയക്കുമരുന്ന് വിൽപ്പിക്കുന്ന ലോബികളെ സംഘങ്ങളുണ്ട്. पिछले दिनों में मैंने ये भी पढ़ा था, 8वीं 9वीं कक्षा में पढ़ने वाले बच्चों से इस प्रकार ये नशे को बेचने का कार्य करवा रहे हैं। 8ലും 9ലും പഠിക്കുന്ന പെൺകുട്ടികളെ കൊണ്ടാണ് ഇവരിത് ചെയ്യിക്കുന്നത്. പെൺകുട്ടികളും മയക്കുമരുന്നിന്റെ അടിമകളാണ്. 8वीं और 9वीं में पढ़ने वाले लड़कियों के द्वारा इस प्रकार इसको बेचा जा रहा है और वो भी इसके गुलाम हैं। അവർ ലോകത്തെമ്പാടും ഈ മയക്കുമരുന്നിന്റെ പ്രവർത്തനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. तो इसी कारण दुनिया में हर जगह ये नशे का सेवन बढ़ता जा रहा है। ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങള് മയക്കുമരുന്നിന്റെ അടിമത്തത്തിലാകാതിരിക്കാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിച്ചുകൊള്ളുക. हमारे बच्चे कभी भी इस प्रकार नशे के गुलाम ना बन जाए, इसके लिए हम माता पिता ध्यान रखें। ഹല്ലേലൂയ, हल्लेलुया, ഹല്ലേലൂയ. हल्लेलुया। നമുക്ക് ഒരു നിമിഷം ഒന്ന് എണീൽക്കാം. एक क्षण जरा खड़े हो जाएंगे। ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഒന്ന് ഉയർത്തുക. ईश्वर की उपस्थिति में जरा हाथों को उठा लें। എല്ലാവരും സ്വരമുയർത്തി സ്തുതിക്കട്ടെ. सभी आवाज उठाकर स्तुति कीजिए, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, स्तुति कीजिए। हालेलुया, हालेलुया, हालेलुया।
हालेलुया 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 എല്ലാവരും സ്തുതിച്ച് നന്നായി സ്തുതിച്ച് ഹല്ലേലൂയ सभी मिलकर स्तुति कीजिए स्वरम हालेलुया 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 ആരാധന ആരാധന യേശുവേ हालेलुया 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 यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद പവിത്രാത്മാ ധന്യവാദ് पवित्र आत्मा को धन्यवाद പിതാവേ ധന്യവാദ് पिता को धन्यवाद को धन्यवाद पिता को धन्यवाद को धन्यवाद पिता को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद पवित्रात्मा को धन्यवाद पवित्र आत्मा को धन्यवाद पवित्रात्मा को धन्यवाद पवित्र आत्मा को धन्यवाद उच्च स्वरത്തിൽ पवित्र को आवाज उठाकर पवित्र आत्मा को धन्यवाद पवित्रात्मा को धन्यवाद 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 पवित्र आत्मा को धन्यवाद यीशु 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 को धन्यवाद पवित्रात्मा को धन्यवाद पवित्र आत्मा को धन्यवाद കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം ताली बजाकर प्रभु की स्तुति कीजिए हालेलुया 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 हाथ उठाकर हाथ उठाकर हालेलुया 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 आत्मा मंडराता पवित्र आत्मा मंडराता आत्मा मंडराता पवित्र आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता आत्मा मंडराता पवित्र आत्मा मंडराता आत्मा मंडराता എല്ലാവരും കരമുയർത്തിയടിച്ചേ पवित्र आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता കാലുകൾ ഒന്ന് മാറ്റി ചവിട്ടിക്കേ पेंतेकोस्त के दिन समान आत्मा मंडराता കാലുകൾ മാറ്റി ചവിട്ടി आत्मा मंडराता पवित्र आत्मा मंडराता എല്ലാവരും ചേർന്ന് आत्मा मंडराता पवित्र आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता കരമുയർത്തിയടിച്ചേ ഒന്ന് ചേർന്ന് സന്തോഷത്തോടെ ഹാപ്പി अंधे देखते हैं अंधे देखते हैं अंधे देखते हैं अंधे देखते हैं यीशु मसीह के नाम से यीशु मसीह के नाम से अंधे देखते हैं यीशु मसीह के नाम से अंधे देखते हैं आत्मा मंडराता എല്ലാവരും ഉണർവോടെ आत्मा मंडराता एक साथ आत्मा मंडराता पवित्र आत्मा मंडराता उसके दिन समान पेंतेकोस्त के दिन समान आत्मा मंडराता पेंतेकोस्त के दिन समान आत्मा मंडराता लंगड़े चलते हैं लंगड़े चलते हैं लंगड़े चलते हैं कीजिए लंगड़े चलते हैं लंगड़े चलते हैं यीशु मसीह के नाम से यीशु मसीह के नाम से
लंगड़े चलते हैं लंगड़े होना है സന്തോഷത്തോടെ यीशु मसीह के नाम से लंगड़े चलते हैं आत्मा मंडराता एक साथ पवित्र आत्मा मंडराता आत्मा मंडराता हिलाइए हाथों को पवित्र आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता एक साथ पेंतेकोस के दिन समान आत्मा मंडराता बहरे सुनते हैं बहरे सुनते हैं बहरे सुनते हैं बहरे सुनते हैं यीशु मसीह के नाम पर बहरे सुनते हैं कैसे करेंगे यीशु मसीह के नाम से बहरे सुनते हैं आत्मा मंडराता एक साथ पवित्र आत्मा मंडराता आत्मा मंडराता पवित्र आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता गूंगे बोलते हैं गूंगे बोलते हैं गूंगे बोलते हैं गूंगे बोलते हैं यीशु मसीह के नाम से यीशु मसीह के नाम पर गूंगे बोलते हैं यीशु मसीह के नाम पर गूंगे बोलते आत्मा हैं मंडराता आत्मा मंडराता पवित्र आत्मा मंडराता एक साथ आत्मा मंडराता हाथों को घुमाइए पवित्र आत्मा मंडराता पेंतेकोस के दिन समान पेंतेकोस के दिन समान आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता आत्मा मंडराता कीजिए सब मिलके पवित्र आत्मा मंडराता आत्मा मंडराता पवित्र आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता पेंतेकोस के दिन समान आत्मा मंडराता ഹല്ലേലൂയ ഹല്ലേലൂയ हालेलुया हालेलुया हाथ लहराते हुए हालेलुया यीशु को धन्यवाद पवित्र आत्मा को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद पवित्र आत्मा को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद पवित्र आत्मा को धन्यवाद यीशु को धन्यवाद पवित्र आत्मा को धन्यवाद यीशु को धन्यवाद पवित्र आत्मा को धन्यवाद पवित्र आत्मा को धन्यवाद यीशु को धन्यवाद यीशु को धन्यवाद पवित्र आत्मा को धन्यवाद यीशु 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 Praise the Lord Praise the Lord Praise the Lord Praise the Lord Hallelujah Hallelujah ഇരിക്കാം बैठ जाएं ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ഇവിടെയുണ്ട് यीशु यहाँ पर है യേശു അത്ഭുതങ്ങൾ ചെയ്യും यीशु चमत्कार करेगा യേശു സൗഖ്യങ്ങൾ നൽകും यीशु चंगाई देगा നമ്മുടെ ദൈവം സർവശക്തനാണ് हमारा ईश्वर सर्वशक्तिमान है ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया പ്രൈസ് ദി ലോർഡ് Praise the Lord. കരങ്ങൾ വീശി പ്രൈസ് ദി ലോർഡ് हाथ लहराते हुए प्रेज द लॉर्ड പ്രൈസ് ദി ലോർഡ് 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 प्रेज द लॉर्ड Praise the Lord. प्रेज द लॉर्ड Praise the Lord. വീണ്ടും നമുക്ക് വചനം കേൾക്കാം फिर से वचन सुने കൊലപാതകത്തെക്കുറിച്ച് ഞാൻ പങ്കുവച്ചു
हत्या के बारे में मैंने बताया। അടുത്ത വചനങ്ങൾ പറയുന്നു വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന. വ്യഭിചാരത്തിന്റെ മേഖലയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. व्यभिचार के बारे में भी मैंने आपको बता दिया। ദുരാഗ്രഹം പാടില്ല. बुरी आदतें, बुरी चाहत ना रखें। നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. हम अपने ईश्वर की उपस्थिति में अपने आग्रहों को, अपनी इच्छाओं को समर्पण कर प्रार्थना करें। ഒരിക്കലും ദുരാഗ്രഹം പാടില്ല. कभी भी बुरी चाहतें नहीं होनी चाहिए। നമ്മൾ ചിലരെങ്കിലുമൊക്കെ ചില മനുഷ്യരൊക്കെ ഒത്തിരിയേറെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരാ. कुछ लोग बहुत ही बुरे कार्य, बुरे दुष्कर्म करने वाले लोग हैं। നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ദുഷ്ടതയൊന്നും ചെയ്യരുത്. हम दूसरों को दोष देने लायक, उनको कोई कष्ट आए, इस प्रकार के कार्य ना करें। നമ്മൾ ആരെയും ദ്രോഹിക്കുവാനായിട്ട് പാടില്ല. हम किसी को भी ठेस ना पहुंचाएं। മാനസികമായോ ശാരീരികമായിട്ടോ ആരെയും നമ്മൾ പീഡിപ്പിക്കരുത്. मानसिक रूप से या शारीरिक रूप से किसी को भी हम पीड़ाएं ना दें। നമ്മുടെ പ്രവൃത്തികൾ മൂലം ആർക്കും ഒരു ദോഷവും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. हमारे कर्मों के द्वारा किसी दूसरे को कष्ट ना हो, ऐसा ध्यान दें। അടുത്ത വചനം പറയുന്നു വഞ്ചന. धोखा देना, നമ്മൾ ആരെയും ചതിക്കരുത്, വഞ്ചിക്കരുത്. हम किसी को भी धोखा ना दें। സാമ്പത്തിക ഇടപാടുകളിൽ വഞ്ചന ചെയ്യുന്നവരുണ്ട്. आर्थिक क्षेत्रों में धोखा देने वाले लोग हैं, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ऐसा कभी ना करें। വ്യക്തിബന്ധങ്ങളിൽ വഞ്ചന കാണിക്കുന്നവരുണ്ട്. व्यक्तिगत रिश्तों में धोखा देने वाले लोग हैं, പ്രേമ ബന്ധങ്ങളിൽ വഞ്ചന കാണിക്കുന്നവരുണ്ട്. प्रेम रिश्तों में धोखा देने वाले लोग हैं, അങ്ങനെ ചെയ്യാൻ പാടില്ല. ऐसा नहीं करना चाहिए। ഭോഗാസക്തി, മർക്കോസ് 7:22. संत मरकुस का सुसमाचार अध्याय 7 का वचन 22। व्यभिचार, चोरी, हत्या, परगमन, लोभ, विद्वेष, छल कपट, लंपटता, ईर्ष्या, झूठी निंदा, अहंकार, मूर्खता। ജഡത്തിന്റെ ആസക്തി, അമിതമായ ആസക്തി, കണ്ണുകളുടെ ആസക്തി, ജഡികാസക്തി നിന്ന് പിന്മാറണം. आंखों की बुरी दृष्टि से देखना, इससे हमें पीछे हटना है, व्यभिचार से पीछे हटना है। നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിക്കണം. हमारे आंखों को हमें नियंत्रण में रखना है। ജഡത്തിന്റെ ആസക്തികളെ നിയന്ത്രിക്കണം. हमारे जड़ के शरीर की वासनाओं को हमें अपने नियंत्रण में रखना है। ജഡിക പാപങ്ങളിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട്. शरीर के पापों से हमें एक छुटकारा चाहिए। ഹല്ലേലൂയ. हालेलुया। അസൂയ, ईर्ष्या, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ചിലരെങ്കിലുമുണ്ട്. അതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. दूसरों की उन्नति, सफलता देखते हुए कुछ लोगों में ईर्ष्या उठती है, ऐसा नहीं होना चाहिए। മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ, ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. दूसरों की भलाई में, उनकी उन्नति में हम भी आनंदित होना सीखना है। ദൂഷണം പറയുക നാവിന്റെ പാപമാണത്. झूठी निंदा करना वो हमारे जुबान का पाप है। യാക്കോബ് ശ്ലീഹ ഇത് ലേഖനത്തില് याकूब के पत्र में 3-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങൾ. अध्याय 3 का वचन 5 और 6। അതുപോലെ നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. നാവ് തീയാണ്. इसी प्रकार जीभ शरीर का एक छोटा सा अंग है, किंतु वह शक्तिशाली होने का दावा कर सकती है। देखिए, एक छोटी सी चिंगारी कितने विशाल वन में आग लगा सकती है। जीभ भी एक आग है। ഹല്ലേലൂയ. हालेलुया। നാവ് തീയാണ്. जीभ आग है। നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒത്തിരി പാപങ്ങൾ ചെയ്യുന്നുണ്ട്. हमारे जीभ से, जुबान से हम कई सारे पाप करते हैं। അത് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. वो एक बुराई का संसार है। നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് നാവ് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. जीभ भी एक आग है जो हमारे अंगों के बीच हर प्रकार की बुराई का स्रोत है। നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. वो हमारा समस्त शरीर दूषित करती और नरकाग्नि से प्रज्वलित होकर हमारे पूरे जीवन में आग लगा देती है। നമ്മൾ നാവിനെ നിയന്ത്രിക്കുക. हम अपनी जीभ पर लगाम लगाएं। നാവ് കൊണ്ട് മനുഷ്യൻ ഒത്തിരിയേറെ പാപം ചെയ്യുന്നുണ്ട്. जुबान से, जीभ से मनुष्य कई सारे पाप करता है। കള്ളം പറയുക, झूठ बोलना, കുറ്റം പറയുക, दोष देना, വിമർശിക്കുക, गलत बोलना, ചീത്ത വിളിക്കുക, दूसरों को डांटना, അശ്ലീലം പറയുക, बुरी बातें कहना,
പരദൂഷണം പറയുക, गाली बोलना, നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ അനവധിയാണ്. और इस प्रकार जुबान से, जीभ से करने वाले पाप अनेक हैं। നമ്മുടെ നാവിനെ നമ്മൾ കർശനമായിട്ട് നിയന്ത്രിക്കണം. हमारे जुबान को, हमारी जीभ को हमें शक्त रूप से लगाम लगानी നാവ് है। കൊണ്ട് ഒരു ചെറിയ പാപം പോലും ചെയ്യാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. जीभ से हम एक छोटा पाप भी ना करें, इस प्रकार हमें ध्यान देना है। നാവിന്റെ പാപങ്ങൾ നമ്മെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക് നയിക്കും. जीभ के पाप हमें विनाश की और सर्वनाश की ओर ले जाएगी। അനേകരുടെ ഹൃദയങ്ങളെ നമ്മുടെ നാവ് കൊണ്ടുള്ള പാപത്താൽ വേദനിപ്പിച്ചിട്ടുണ്ട്. अनेकों के हृदय को हमारे जुबान के पाप से करने से कईयों को ठेस पहुंचाया है। അപവാദം പറഞ്ഞു വരുത്തുക ഒരിക്കലും ചെയ്യരുത്. गलत बातों को फैलाना, ऐसा ना करे कभी भी। നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നന്മ മാത്രം സംസാരിക്കുക. हमारे जुबान से हम केवल भलाई ही बोलें, ചീത്ത വിളിക്കരുത്, कभी किसी को गाली ना बके, ശപിക്കരുത്, शाप ना दे, മറ്റുള്ളവർക്ക് ദോഷം എന്ന കാര്യങ്ങൾ പറയരുത്. दूसरों को दोष पहुंचे ऐसी बातें ना कहें। നാവിനെ നിയന്ത്രിക്കുക. जुबान को नियंत्रण में रखें। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അതുപോലെ തന്നെ സാബത്ത് ദിവസത്തെ വിശുദ്ധ, ഞായറാഴ്ചയാണ് സാബത്ത്. സാബത്ത് ദിവസത്തെ വിശുദ്ധമായിട്ട് നമ്മൾ ആഘോഷിക്കണം. ईश्वर के दिन को पवित्र बनाए रखें। സാബത്ത് ദിവസം നമ്മൾ പണികൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. साबत के दिन, विश्राम के दिन हम काम करने जाते हैं तो वो गलत है। യേശയ്യ 58:13 यशायाह नबी का ग्रंथ अध्याय 98 का वचन 13। സാബത്തിനെ ചവിട്ടിമെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിനെ പിന്തിരിക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴി നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യക്തഭാഷണത്തിൽ ഏർപ്പെടാതെയും സാബത്തിനെ ആദരിക്കുക. 58:13 യേശയ്യ. यदि तुम विश्राम दिवस का नियम भंग करना छोड़ दोगे और उस पावन दिवस को कारबार नहीं करोगे, यदि तुम उसे आनंद का दिन, प्रभु को अर्पित तथा प्रिय दिवस समझोगे, यदि उसके आदर में यात्रा पर नहीं जाओगे, अपना कारोबार नहीं करोगे और निरर्थक बातें नहीं करोगे, तो तुम्हें प्रभु का आनंद प्राप्त होगा। സാബത്ത് ദിവസം ദൈവാരാധനയുടെ ദിവസമാണ്. विश्राम का दिन ईश्वर की आराधना का दिन है। അന്ന് നിങ്ങൾ മാതാപിതാക്കളും മക്കളും എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കണം. रविवार के दिन आप माता पिता बच्चे सब एक साथ पवित्र मिसा बलिदान में भाग लेकर ईश्वर को यीशु को स्वीकार करना है। ഞായറാഴ്ച ദിവസങ്ങളിൽ കൂലിപ്പണിക്കോ മറ്റു പണികൾക്കോ പോകുവാൻ പാടില്ല. रविवार के दिन आप कामकाज के लिए नहीं जाना है। അന്ന് മദ്യപിക്കാനും ചീട്ടുകളിക്കാനും സിനിമ കാണാനുമുള്ള ദിവസമല്ല. उस दिन शराब पीने, ताश खेलने या सिनेमा देखने जाने का दिन नहीं है। ഞായറാഴ്ച ദിവസം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. रविवार के दिन हम ईश्वर की आराधना करने के लिए हटाकर रखने वाला दिन है। നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. उत्पत्ति ग्रंथ में हम इस प्रकार पढ़ते हैं, ദൈവമായ കർത്താവ് എല്ലാം സൃഷ്ടിച്ചു. प्रभु ईश्वर ने सबकी सृष्टि की സാബത്ത് ദിവസത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. और उसके बाद विश्राम के दिन उन्होंने, ईश्वर ने उसको आशीष दिया, पवित्र बनाया। ഉൽപ്പത്തി 2-ാം അധ്യായം 1 മുതൽ 4 വരെ വചനങ്ങൾ. उत्पत्ति ग्रंथ अध्याय 2 वचन 1 से 4। അങ്ങനെ ആകാശവും ഭൂമിയും അവയുടെ സമസ്തവും പൂർണ്ണമായി. इस प्रकार आकाश तथा पृथ्वी और जो कुछ उनमें है सबकी सृष्टि पूरी हुई। ദൈവം തന്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. 7वें दिन ईश्वर का किया हुआ कार्य समाप्त हुआ। താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. उसने अपना समस्त कार्य समाप्त कर 7वें दिन विश्राम किया। ദൈവം എല്ലാം സൃഷ്ടിച്ചു 6 ദിവസം കൊണ്ട്. 7-ാമത്തെ ദിവസം അവിടുന്ന് വിശ്രമിച്ചു, സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. ईश्वर ने 6 दिन काम किया, उसके बाद 7वें दिन उन्होंने विश्राम किया, सृष्टि का कार्य पूर्ण हो गया। തന്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ईश्वर ने 7वें दिन को आशीर्वाद दिया और उसे पवित्र माना। ഉണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഉൽപ്പത്തി തന്നെ ആ വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ആ 7-ാം ദിവസമാണ് സാബത്ത്, ഞായറാഴ്ച ദിവസം. तो देखिए, इस प्रकार ईश्वर ने जो है विश्राम किया, 7वें दिन ईश्वर ने विश्राम किया, अपना सारा समस्त कार्य खत्म किया। ദൈവം ആ ദിവസത്തെ
അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അതിനെ മറക്കരുത്. ദൈവം സാബത്തിനെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. സാബത്ത് ദിവസം വിശുദ്ധമാണ്, അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ईश्वर ने जो है साबत का विश्राम का दिन बनाया, उसमें ईश्वर ने विश्राम किया, उसे आशीर्वाद दिया और उसे पवित्र माना। ഹല്ലേലൂയ. हालेलुया। സാബത്തിനെ നിങ്ങൾ അശുദ്ധമാക്കരുത്. इसलिए आप विश्राम के दिन उसे अपवित्र ना സാബത്ത് करें। സന്തോഷത്തിന്റെ ദിവസമാണ്. विश्राम का दिन आनंद का दिन है। മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തിനേറ്റ ദിവസം. मृत्यु को हराकर यीशु जी उठा हुआ दिन। യേശുവിനെ ആരാധിക്കുവാനും വചനം വായിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ദിവസമാണ് സാബത്ത് ദിവസം. यीशु की आराधना करने के लिए, वचन पढ़ने के लिए ऐसे समय बिताने का दिन है विश्राम का दिन। ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കരുത്. रविवार के दिन आप कभी भी पवित्र मिस्सा बलिदान ना छोड़ दें। നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിക്കാനായിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് അയക്കണം. अपने बच्चों को कैटेकिज्म सिखाने के लिए आप गिरजा भेजना है। നമ്മുടെ കുഞ്ഞുങ്ങളെ ബൈബിള് പഠിപ്പിക്കണം. हमारे बच्चों को बाइबल सिखाना है, വചനം പഠിപ്പിക്കണം. वचन सिखाना है, സഭയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. कलीसिया को प्यार करना सिखाना है, ജപമാല ചൊല്ലുവാൻ പഠിപ്പിക്കണം. जपमाला करने को सिखाना है। വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. पवित्र मिस्सा बलिदान की महिमा अपने बच्चों को सिखाना है। നിങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിട്ട് മാറണം. आप लोग विश्वास में सुदृढ़ बनना है। കരമയത്തി ഒന്ന് സ്തുതിച്ച് हाथ उठाकर जरा स्तुति कीजिए। हालेलुया, हालेलुया, हालेलुया हालेलुया, 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 हालेलुया। Praise the Lord. റോമ ലേഖനം 13 അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. रोमियों के नाम पत्र अध्याय 13 वचन 11 से 14। ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. आप लोग समय पहचानते हैं, आप लोग जानते हैं कि नींद से जागने की घड़ी आ गई है। जिस समय हमने विश्वास किया था उस समय की अपेक्षा अब हमारी मुक्ति अधिक निकट है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ നിദ്ര വിട്ട് ഉണരണം എന്ന് പറഞ്ഞാൽ ആത്മീയ മന്ദതയിൽ നിന്ന്, ആത്മീയ മരവിപ്പിൽ നിന്ന് ഉണർന്ന് വിശ്വാസത്തോടെ എഴുന്നേൽക്കണം. आप लोग नींद से जागना है, इसका अर्थ ये है आध्यात्मिक रूप से आप नींद में हैं, उस नींद को छोड़कर आपको उठना है। എന്തെന്നാൽ രക്ഷ നമുക്ക് സമീപസ്ഥമാണ്. രക്ഷ നൽകുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. क्योंकि मुक्ति हमारे अधिक निकट आ गई है, मुक्ति देने वाला हमारे निकट है। രാത്രി കഴിയാതായി പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. रात प्रायः बीत चुकी है, दिन निकलने को है, इसलिए हम अंधकार के कर्मों को त्याग कर ज्योति के शस्त्र धारण कर लें। ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമുക്ക് അവസാനിപ്പിക്കാം. रात के कर्मों को हम बंद कर दे, त्याग दे। പാപത്തിന്റെ വഴികളെ നമുക്ക് ഉപേക്ഷിക്കാം. पाप के मार्गों को हम त्याग दें, പ്രകാശത്തിലേക്ക് വരാം. हम ज्योति की ओर आ जाएं। പ്രകാശത്തിന്റെ പ്രവൃത്തികൾ നന്മ നമുക്ക് ചെയ്യാം. ज्योति के कर्म, प्रकाश के कर्मों को हम करें। പാപത്തിൽ നിന്ന് ഓടി അകലാം. पाप से हम दूर भाग जाएं। പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യനഗരിയിലോ അഭീതപേക്ഷകളിലോ വിഷയാസക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. हम दिन के योग्य सदाचारण करें, हम रंगरलियों और नशेबाजी, व्यभिचार और भोग विलास, झगड़े और ईर्ष्या से दूर रहें। സുഖലോലുപതയിൽ നിന്ന് നമുക്ക് പിന്മാറാം. हम रंगरलियों से दूर रहें। ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പാപമാണ് സുഖലോലുപത. इसमें महान पाप है, हम अपने सुख विलास में भोगते हैं। ജഡിക സുഖങ്ങൾ, शरीर की वासनाओं का सुख, ലോകത്തിന്റെ സുഖങ്ങൾ दुनिया के सुख, ആഗ്രഹിച്ച് അത് അനുഭവിച്ച് ജീവിക്കാനാണ് മനുഷ്യന് താല്പര്യം. उसको चाहते हुए उसको अपनाना चाहत रखते हैं लोग। സുഖലോലുപതയിൽ നിന്ന് നമുക്ക് പിന്മാറാം. रंग रलैया से हम दूर हटें। അവിഹിത വീഴ്ചകൾ, തെറ്റായ പാപത്തിന്റെ വഴികളിൽ നിന്ന് നമുക്ക് പിന്മാറാം. गलत पाप के मार्गों से हम पीछे हटें। വിഷയാസക്തി, കലഹങ്ങളിൽ നിന്ന് നമുക്ക് പിന്മാറാം. भोग विलास और झगड़े से हम पीछे हटें। മദ്യപാനം നമുക്ക് ഉപേക്ഷിക്കാം. शराब को हम त्याग दें। പക്ഷുത കർത്താവായ യേശുക്രിസ്തുവിനെ ശരീരത്തിൽ ധരിക്കുവിൻ,
ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കരുത്. आप लोग प्रभु ईसा मसीह को धारण करें और शरीर की वासनाएं तृप्त करने का विचार छोड़ दें. നമുക്ക് പാപങ്ങളോട്ട് അനുദപിക്കാം. हम पापों के प्रति प्रायश्चित करें. പാപത്തിന്റെ വഴികളെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം. हम सभी पाप के मार्गों को त्याग दें. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കർത്താവ് തയ്യാറാണ്. हमारे पापों को क्षमा करने के लिए प्रभु तैयार है. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് നമ്മൾ ക്ഷമിക്കും. हमने चाहे कितना बड़ा पाप ही क्यों ना किया हो, लेकिन प्रभु हमें जरूर क्षमा करेगा. നമ്മുടെ പാപങ്ങൾക്കൊത്ത് കർത്താവ് നമ്മളെ ശിക്ഷിക്കത്തില്ല. हमारे पापों के अनुरूप ईश्वर हमें दंड नहीं देगा. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് മായിച്ചു കളയും. हमारे सारे पापों को यीशु मिटा देगा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നമുക്ക് പാപത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിക്കാം. हम पाप के मार्गों को सब छोड़ दें. നല്ല ഒരു കുമ്പസാരം നടത്താം. एक अच्छा पाप स्वीकार करें. നിങ്ങൾ എല്ലാവരും കുമ്പസാരിക്കണം. आप सभी लोग पाप स्वीकार करना പാപങ്ങൾ है. ഏറ്റുപറയണം. पापों को कहना है. യേശു തന്റെ രക്തത്താൽ നിങ്ങളെ കഴുകും. यीशु अपने रक्त से हमें जरूर धोएगा. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. आपको और आपके परिवार को आशीष देगा. മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കും. आपके बच्चों को, पीढ़ियों को आशीष देगा. കുമ്പസാരം കരുണയുടെ കൂദാശയാണ്. पाप स्वीकार जो है वो करुणा का संस्कार है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ദൈവ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് കുമ്പസാരം. ईश्वर की करुणा हम पर बह उतरने वाले एक महत्वपूर्ण संस्कार है पाप स्वीकार संस्कार. 2 കൊരിന്തോസ് 17 മുതൽ 20 വരെ വചനങ്ങൾ. कुरिन्थियों के नाम दूसरा पत्र अध्याय 5 वचन 17 से. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. इसका अर्थ यह है कि यदि कोई मसीह के साथ एक हो गया है तो वो नई सृष्टि बन गया है. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. पुरानी बातें समाप्त हो गई है और सब कुछ नया हो गया है. यह सब ईश्वर ने किया है. उसने मसीह के द्वारा अपने से हमारा मेल कराया और इस मेल मिलाप का सेवा कार्य हम प्रेरितों को सौंपा है. ഈ രമ്യതയുടെ ശുശ്രൂഷയാണ് കുമ്പസാരം. और इस मेल मिलाप का संस्कार है ये पापसी का संस्कार. വൈദികരിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നമ്മൾ ദൈവവുമായിട്ട് രമ്യതപ്പെടുകയും ചെയ്യുകയാണ്. पुरोहितों के द्वारा हमें हमारे पापों से मुक्ति मिलती है और हम मेल मिलाप करते हैं. ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. ये सब ईश्वर से आता है. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. इसका अर्थ यह है उसने मसीह के द्वारा अपने से हमारा मेल कराया है. അപ്പോൾ കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ ദൈവവുമായിട്ട് ഐക്യപ്പെടുകയാണ്. तो इसलिए पाप स्वीकार संस्कार के द्वारा हम ईश्वर के साथ मेल मिलाप करते हैं. നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. हम प्रेरितों को यह सौंपा गया है. അപ്പോൾ കർത്താവിന്റെ അഭിഷിക്തർ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു, നമ്മൾ വിശുദ്ധ ജനമായിട്ട് മാറുകയാണ്. इसलिए पुरोहित मसीह के राजदूत हैं. वो हम उनसे जाकर अपने पापों को कहते हैं, हमें पापों से मुक्ति मिलती है और इस प्रकार हम ईश्वर के संतान बन जाते हैं. എല്ലാവരും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഒരുങ്ങുക. आप सभी पाप स्वीकार कर पापों को कहते हुए तैयार हो जाएं. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आपको आशीर्वाद दे. നമുക്ക് ഇപ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കാം. अभी हम खड़े होकर ईश्वर की स्तुति करेंगे. हालेलुया, हालेलुया, हालेलुया. കരമുയർത്തി സ്തുതിച്ചേ. हाथ उठाकर स्तुति कीजिए. പാപങ്ങളോട്ട് മാപ്പി ചോദിച്ചേ. पापों के लिए क्षमा मांगते हुए. സ്തോത്രം യേശുവേ, നന്ദി. हालेलुया, हालेलुया, യേശുവേ, നന്ദി. हालेलुया, യേശുവേ, സ്തുതി. हालेलुया, യേശുവേ, നന്ദി. हालेलुया, യേശുവേ, സ്തുതി. हालेलुया.